കാഫ്ക ചരമശതാബ്ദി വർഷത്തിൻ്റെ അനുസ്മരണം നടന്ന ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ ഡോക്ടർ ദേവി, അയിരൂർ കഥകളി ഗ്രാമത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവും എല്ലാമായ വിമൽ രാജ്, ഡോക്ടർ സന്തോഷ് ബാബു, ഈ കോളേജിലെ മറ്റ് അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഞാൻ സത്യത്തിൽ കാഫ്കയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, സാഹിത്യ സിദ്ധാന്തത്തെക്കുറിച്ചാണ്. പൊതുവെ ആർക്കും തീരെ ഒരു താല്പര്യമില്ലാത്ത ഒന്നാണ് സാഹിത്യ സിദ്ധാന്തം. മാത്തമാറ്റിക്സും ഗ്രാമറും പോലെ അല്ലേ? ഇതെങ്ങനെ ഒഴിഞ്ഞു കിട്ടും എന്നാണ് പൊതുവെ ആ സെമിയോട്ടിക്സ് ഡീകൺസ്ട്രക്ഷനൊക്കെ കേട്ടാൽ തന്നെ ആളുകൾ ഓടാൻ തുടങ്ങും. കുട്ടിക്ക് ഒരു താല്പര്യമില്ല, പക്ഷെ പരീക്ഷ എഴുതാതിരിക്കാൻ നിവർത്തിയില്ല. ഫൂക്കോ, ദറീദ അല്ലേ? ഇല്ല, ഒരു വിഷമമില്ല. ഇതൊക്കെ ഈ വിമൽ രാജ് പറയും പോലെ കരുതലാമലകമാണോ? അല്ലല്ലോ. പക്ഷേ നമ്മൾ സാഹിത്യ സിദ്ധാന്തത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ കാഫ്കയുടെ ഈ ചരമശതാബ്ദി വർഷം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നാം ഒരു നിമിഷം ആ മരിച്ചുപോയ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രതിഭാശാലികളായ എഴുത്തുകാരിൽ ഒരാളായ കാഫ്കയ്ക്ക് ഒരു ശ്രദ്ധാഞ്ജലി നമ്മൾ അർപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ 100-ാം ജന്മദിനം കൂടിയാണ്. അതറിയാതെയാണ് നമ്മൾ ഈ ചടങ്ങ് വെച്ചതെങ്കിലും ഏതോ യാദൃച്ഛികതയാൽ 1883 ജൂലൈ 3-നാണ് അദ്ദേഹം ജനിച്ചത്. 1924 അദ്ദേഹം മരിച്ചു. 1924 മലയാളിയെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാവാത്തൊരു വർഷമാണ്. കാരണം നമ്മുടെ ഏറ്റവും മഹാന്മാരായ കവികളിൽ ഒരാളായ കുമാരനാശാൻ മരിച്ചത് അതേ 1924 ആണ്. കുമാരനാശാൻ കാഫ്കയെയോ കാഫ്ക കുമാരനാശാനെയോ അറിഞ്ഞില്ലായിരിക്കാം. എങ്കിലും ഇരുവരുടെയും മഹത്വം മലയാളി ജീവിതത്തിൽ അവരുണ്ടാക്കിയ സ്വാധീനത്തിനൊന്നും ഒരു കുറവുമില്ല. അതുമാത്രമല്ല, 24-ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ 24-ലാണ് കേരളം കണ്ട റെക്കോർഡ് ചെയ്യപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത്. അതിനെ നമ്മൾ 99-ലെ വെള്ളപ്പൊക്കം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് കൃത്യം 96 കൊല്ലം കഴിഞ്ഞിട്ടാണ് 2018-ൽ മലയാളത്തിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത് കേരളത്തിൽ. അത് നിങ്ങൾക്കറിയാം. ആ വെള്ളപ്പൊക്കത്തിൻ്റെ സാക്ഷികളാണ് നിങ്ങൾ അല്ലേ? ആ വെള്ളപ്പൊക്കം കണ്ടതും അനുഭവിച്ചതുമെല്ലാം ഒരു ജനറേഷനിലാണ്. നമ്മൾ മഹാഭാഗ്യം ചെയ്ത ആളുകളാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് നമ്മൾ വെള്ളപ്പൊക്കം കണ്ടു, കോവിഡ് കണ്ടു, പിന്നെ സുനാമി കണ്ടു, പിന്നെ എന്താണ് നീപ്പ കണ്ടു. അങ്ങനെ ആകെ ഒരു ബഹളം ആയിരുന്നു അല്ലേ? 5-6 യുദ്ധം കണ്ടു. എല്ലാം കൂടി ഇങ്ങനെ ഒരുപാടെണ്ണം കണ്ടു നമ്മൾ. അപ്പോൾ വളരെ സംഭവബഹുലമായി ഈ ഒരു കാലം, ഈ കഴിഞ്ഞ 100 കൊല്ലം കാഫ്കയുടെ നൂറ്റാണ്ട് എന്ന് നമുക്ക് പറയാവുന്ന ഈ കാലം നമ്മളെ സംബന്ധിച്ച് മറക്കാത്തതാണ്. മാത്രമല്ല, വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവം, ജാതിക്കും മതത്തിനും ഹിന്ദു മതത്തിലെ വിവേചനങ്ങൾക്കുമെല്ലാം എതിരായുള്ള കേരള നവോത്ഥാനത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ തുടക്കം എന്ന് പറയാവുന്ന വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതും 1924-ലാണ്. ആ വർഷമാണ് കാഫ്ക മരിച്ചത്. കാഫ്കയെക്കുറിച്ച് ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ മെറ്റമോർഫോസിസ് അഥവാ രൂപാന്തരപ്രാപ്തി എന്ന് മലയാളത്തിൽ പറയാവുന്ന അദ്ദേഹത്തിൻ്റെ ചെറിയ നോവൽ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ രചന പഠിക്കാനുണ്ട്. അതുകൊണ്ട് ആ കുട്ടികൾക്കറിയാം. മലയാളത്തിലെ കുട്ടികൾക്കാകട്ടെ അവർ വായിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചില്ലെങ്കിലും കാഫ്ക പണ്ടേ പ്രസിദ്ധൻ ആണ്. കാരണം 60-കൾ തൊട്ട് തന്നെ കാഫ്ക മലയാളത്തിൽ വന്നിരുന്നു. മലയാളത്തിലെ 70-കളുടെ തുടക്കത്തിൽ തന്നെ മെറ്റമോർഫോസിസ് മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞ കാഫ്കയുടെ ആ ഒറ്റ കൃതിക്ക് മലയാളത്തിൽ കുറഞ്ഞത് 6 വിവർത്തനങ്ങളെങ്കിലും ഉണ്ട്. 60-കളുടെ അവസാനം KP അപ്പനാണ് കാഫ്കയെക്കുറിച്ച് ഏറ്റവും വിശദമായ കാഫ്ക മുഖം മൂടിയില്ലാതെ എന്ന പഠനം എഴുതിയത്. അതിനു മുമ്പ് തന്നെ ആധുനികരായ നിരൂപകർ കാഫ്കയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ 60-കളുടെയോ തുടക്കത്തിലോ 50-കളുടെ അവസാനമോ മലയാളത്തിലെ ചില സാഹിത്യ നിരൂപകരെങ്കിലും ഫ്രാൻസ് കാഫ്കയെക്കുറിച്ച്, നമ്മൾ ഈ ഫ്രാൻസ് എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ പേര് പറയുമ്പോൾ ഫ്രാൻസ് എന്ന് പറയരുത്, എൻ്റെ എന്നുള്ള ഇന്ത്യ ചേർത്ത് ഫ്രാൻസ് എന്നാണ് ശരിക്ക് പറയേണ്ടത്. ഫ്രാൻസ് കാഫ്ക മലയാളത്തിന് വളരെ സുപരിചിതനാണ്. ഈ നേരത്തെ ഇവിടെ വിമൽ രാജ് സൂചിപ്പിച്ചല്ലോ, അജയകുമാറും സൂചിപ്പിച്ചു, ഞങ്ങളുടെ തലമുറയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാർ 3 പേരായിരുന്നു. സാർത്രനെ ആരും വായിക്കാതെ ഇഷ്ടപ്പെട്ടത്, വായിക്കാൻ പറ്റാത്തത് കൊണ്ട് വായിച്ചില്ല. എന്നാലും സാർത്രനെ ഇഷ്ടപ്പെടുന്നത് മമ്മൂട്ടിയെ ഇഷ്ടപ്പെടും പോലെ ചരിത്രപരമായ ഒരു അനിവാര്യത ആയതുകൊണ്ട് ഞങ്ങളത് ഇഷ്ടപ്പെട്ടു.
പിന്നെ കമ്യു വായിക്കാൻ പറ്റുമായിരുന്നു. മലയാളത്തിൽ വലിയ അന്നും വിവർത്തനങ്ങൾ ഉണ്ടായിരുന്നു, എന്നാലും ലഭ്യമായിരുന്നില്ല. പിന്നെ കാഫ്ക, കുറച്ചുകൂടി ആളുകളുടെ ഇടയിലേക്ക് കാഫ്ക ഉണ്ടായിരുന്നു, കാരണം വിവർത്തനങ്ങൾ സാധ്യമായിരുന്നു. ഇംഗ്ലീഷിൽ അന്ന് വായിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല. അപ്പോൾ ഫ്രാൻസ് കാഫ്കയെക്കുറിച്ച് നമ്മുടെ മൊത്തത്തിലുള്ളൊരു ചിത്രം എന്താ? നിങ്ങൾക്ക് എന്താ തോന്നണം? ഇങ്ങനെ 41-ാമത്തെ വയസ്സ് മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സുഹൃത്തായ സാഹിത്യ വിമർശകൻ മാക്സ് ബ്രോഡിനോട് പറഞ്ഞു, ആകെ ഒരു 3-4 കഥയെ ജീവിച്ചിരുന്നപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. പക്ഷെ താനൊരു ജീനിയസ് ആണെന്നുള്ള കാര്യത്തിൽ കാഫ്കയ്ക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഒന്നും എഴുതാത്ത ഒരാളിനെ കുറിച്ച് എങ്ങനെ ഇത് പറയുന്നത് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ബ്രോഡിനോട് പറഞ്ഞു, ഒരു 3 നോവൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് കത്തിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു. മാക്സ് ബ്രോഡ് അത് ചെയ്തില്ല. പകരം അത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചു എന്ന് മാത്രമല്ല, ഈ സാമുവൽ ജോൺസന് ബോസ്വെൽ എങ്ങനെയാണോ ചാൾസ് ഡാർവിന് പിന്നെ ടി.എസ്. ഹക്സ്ലി ആയിരുന്നത്, അതുപോലെ ഡാർവിൻ്റെ ബുൾഡോഗ് എന്ന് പറയുന്നത് പോലെ കാഫ്കയെക്കോളം പ്രതിഭാശാലിയായ ഈ സാഹിത്യ നിരൂപകൻ. ബ്രോഡും മഹാപണ്ഡിതനായിരുന്നു, വലിയ ജൂയിഷ് ആക്ടിവിസ്റ്റ് ആയിരുന്നു. നിരന്തരം ഒരു ഫെർവർ ഒരു അഡ്വക്കേറ്റ്, ഇത്രയും ഫെർവറോടുകൂടി ഈ എഴുത്തുകാരനെ വലുതാക്കാൻ ശ്രമിച്ചു. അങ്ങനെ മാക്സ് ബ്രോഡ് ജയിച്ചു, അങ്ങനെ കാഫ്കയും ജയിച്ചു. കാഫ്ക ഇന്ന് നിലനിൽക്കുന്നത് നമ്മൾ കമമറേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം അത് മാക്സ് ബ്രോഡ് എന്ന സുഹൃത്ത് ഉള്ളത് കൊണ്ടാണ്. സൗഹൃദം ലോകത്തിലെ ഏറ്റവും അസാധാരണവും അവ്യാഖ്യേയവുമായ ബന്ധമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തത്വചിന്തകർ, ദെറിദയെ പോലൊരു തത്വചിന്തകൻ പോലും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് വലിയ ദീർഘമായൊരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ ജാതി, മതം, ബന്ധുത്വം, സാഹോദര്യം ഇതൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ്. കാരണം രക്തബന്ധമുണ്ട്, ഒരു ജാതിയാണ്. സൗഹൃദത്തിനൊന്നുമില്ല. പിന്നെ ബന്ധുക്കളെക്കാൾ കൂടുതൽ നമ്മളെ ജീവിതത്തെ സഹായിക്കുന്നതും ആരായിരിക്കും? സുഹൃത്തുക്കൾ ആയിരിക്കും എന്നുള്ള ഒരു സംശയമില്ല. എംഗൽസ് ഇല്ലായിരുന്നെങ്കിൽ ആ മാർക്സിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? എംഗൽസ് ആണെങ്കിൽ ഒരു മുതലാളിയുടെ മകനും ആയിരുന്നു. തൊഴിലാളികളെ മോചിപ്പിക്കാൻ ഇറങ്ങിയ മാർക്സിനെ ആരാണ് രക്ഷിച്ചത്? വീട്ടിൽ കാപ്പി വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു, അതൊന്നും മാർക്സ് അറിഞ്ഞിട്ടേ ഇല്ല. എല്ലാം വാങ്ങി കൊടുത്തുകൊണ്ടിരുന്ന ആരാ? ഈ മുതലാളി പുത്രനായ സോഷ്യലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ സൗഹൃദത്തിൻ്റെ അസാധാരണമായൊരു മാതൃക കൂടിയാണ് മാക്സ് ബ്രോഡ് കാഫ്ക ബന്ധം. ഈ കാഫ്കയുടെ കഥകളൊക്കെ വായിക്കുമ്പോൾ വലിയ ദുരൂഹമായ പഴയ വിമർശനത്തിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞ എക്സിസ്റ്റൻഷ്യൽ ആങ്സ്റ്റ് ഉള്ള അസ്തിത്വത്തിൻ്റെ ആശങ്കകളും ശങ്കയും ഉത്കണ്ഠയും ഒക്കെ തോന്നിയ ഒരു ഇരുണ്ട ലോകം. കാരണം ഒരു ദിവസം രാവിലെ ഗ്രെഗർ സാംസ എന്ന് പറഞ്ഞ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഉറക്കെഴുന്നേക്കുന്നു. അയാൾ താനൊരു ഒരു പാറ്റ ആയി മാറിയിരിക്കുന്നു, ഒരു കുറയായി മാറിയിരിക്കുന്നു എന്ന് കണ്ടെത്തുന്നു. പിന്നെ ആ ഷഡ്പദം മറ്റൊന്നായി രൂപാന്തരപ്പെട്ട ആ മനുഷ്യൻ സ്വന്തം വീട്ടിൽ അന്യനായിത്തീരുന്ന ഒരു അസാധാരണമായ അയാളുടെ മരണത്തിലേക്ക് നീങ്ങുന്ന ഒരു ദൃശ്യമാണ്. വളരെ നൈറ്റ്മെയറിഷ് എന്ന് പറയാവുന്ന ദുസ്വപ്ന സദൃശമായ ഒരു ലോകം. അടുത്ത കാസിൽ എന്ന് പറഞ്ഞ നോവലിൽ കെ എന്ന പേരുള്ള ഒരാൾ, കാഫ്കയാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അയാളുടെ പേര് കെ എന്നാണ്. അയാളൊരു ലാൻഡ് സർവേയറാണ്. ശരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തെ ലാൻഡ് സർവേയർ അല്ല അത്. ശരിക്കും ജർമ്മനിൽ ആ ലാൻഡ് സർവേറിന് വേറെ അർത്ഥം കൂടി ഉണ്ട്. സർവേ ചെയ്യുന്ന ആളാണ്. അയാൾ ഒരു കാസിലേക്ക് പോവുകയാണ്, ഒരു ദുർഗത്തിലേക്ക് പോവുകയാണ്. കാസിൽ എന്നുള്ള വാക്കിന് ശ്രദ്ധിക്കണം. ഫോർട്ടും കാസിലും രണ്ടാണ്. കാസിൽ എന്ന് പറയുന്നത് ആണ് ദുർഗം അല്ലെങ്കിൽ ദുർഗമന്ദിരം. ഫോർട്ട് എന്ന് പറയുന്നത് വെറും കോട്ടയാണ്. അതായത് നമ്മുടെ കിഴക്കേ കോട്ട എന്നൊക്കെ പറയുന്നത് പോലെ ഒരു നഗരത്തിന് ചുറ്റും കിട്ടുന്ന വലിയൊരു വട്ടത്തിലോ ചതുരത്തിലുള്ള മതിലിൻ്റെ പേരാണ് കോട്ട. ദുർഗം അതല്ല. അതിനകത്ത് ഒരുപാട് എടുപ്പുകൾ കാണും, പല വളവുകൾ കാണും, അതിനകത്ത് ഒരുപാട് കെട്ടിടങ്ങൾ കാണും, ഒക്കെ ഒരുപാട് വലിയ സംവിധാനമുള്ള ഒരു വലിയ നഗരത്തിൻ്റെ ചെറിയ പതിപ്പ് തന്നെ ആയിരിക്കും ഒരു കാസിൽ. ഈ കാസിലിലെ പ്രഭുവിനെ കാണുന്നതിന് വേണ്ടി കെ പോകുന്നു. ഒരിക്കലും അയാൾക്ക് അവിടെ എത്താൻ കഴിയുന്നില്ല. അയാൾ അവിടെ ഒരു സത്രത്തിൽ താമസിക്കുന്നു. അങ്ങനെ വലിയ ദുരന്തത്തിലേക്ക് ഈ കെ നീങ്ങുന്നു. ജോസഫ് കെ എന്ന പേരുള്ള ഒരാളാണ് ട്രയൽ അഥവാ വിചാരണ എന്ന നോവലിലെ നായകൻ. ഒരു ദിവസം രാവിലെ ജോസഫ് കെയെ താൻ ചെയ്യാത്ത ഒരു കുറ്റത്തിനെ അറസ്റ്റ് ചെയ്യും. അത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ചെയ്യാത്ത കുറ്റത്തിന് അറസ്റ്റിലാവുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്യുക എന്ന അവസ്ഥയിലൂടെ അല്ലേ സത്യത്തിൽ നമ്മളും കടന്നു പോകുന്നത്? ഏത് നിമിഷവും ഒരാൾ ചെയ്യാത്ത കുറ്റത്തിന് കേസിൽപ്പെടാവുന്ന ഒരവസ്ഥ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. നമ്മൾ ചിന്തിച്ചു എന്നത് തന്നെ വലിയ കുറ്റമാണ് ഇപ്പോൾ. ഇത് 1984 എന്ന് പറഞ്ഞ നോവലിൽ ജോർജ് ആർവെൽ എഴുതിയിട്ടുണ്ട്. ചിന്താക്കുറ്റം വലിയൊരു കുറ്റമാണ്. അപ്പോൾ ചിന്തിക്കുന്നത് കുറ്റമാണ്, എതിരഭിപ്രായം പറയുന്നത് കുറ്റമാണ്, പ്രതിഷേധിക്കുന്നത് അതിനേക്കാൾ വലിയ കുറ്റമാണ്.
നിങ്ങൾക്ക് ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം ഏതാണ്ട് നിഷേധിക്കപ്പെട്ട അവസ്ഥയല്ലേ ഇന്ത്യയിൽ, കേരളത്തിലും? ആണോ? അല്ലേ? ആണ്. അപ്പോൾ അത് ഒരു നൈറ്റ്മെയറിഷായ ജോസഫ് കെയുടെ അവസ്ഥയല്ലേ? അങ്ങനെ പ്രതിഷേധിക്കുന്ന ആര് വേണമോ, അല്ലെങ്കിൽ നമ്മളെ തീവ്രവാദി എന്ന് പറഞ്ഞാൽ പോരെ? നമ്മൾ സ്ത്രീ പീഡകനാണ്, അല്ലെങ്കിൽ പീഡിയോഫിലാണ്, ശിശു പീഡകനാണ്, നമ്മൾ ജാതി പറഞ്ഞ് അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാത്ത കുറ്റങ്ങളാൽ വിചാരണ ചെയ്യപ്പെടാനാവുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. അതാണ് മറ്റെന്തോ തരത്തിൽ കാഫ്ക എഴുതിയത്. അപ്പം അങ്ങനെ മനുഷ്യ അസ്തിത്വത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് കാഫ്ക എഴുതിയതെന്നും, അസ്തിത്വവാദം എന്ന് പറഞ്ഞാൽ തത്വചിന്താ പദ്ധതി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് എഴുതിയ ആളാണ് കാഫ്ക എന്നാണ് പഴയ നിരൂപണം പറഞ്ഞത്. മാത്രമല്ല, എക്സിസ്റ്റൻഷ്യലിസത്തിലെ പ്രധാനപ്പെട്ട നിരൂപകരും ഫിലോസഫർമാരെല്ലാം കാഫ്കയെ നിരന്തരമായി ഉദ്ധരിച്ചു. കാഫ്കയും ഫ്യോദർ ദസ്തയേവ്സ്കിയുമാണ് അവർ ഉദ്ധരിച്ചത്. എക്സിസ്റ്റൻഷ്യലിസം ഒരു ഫിലോസഫിക്കൽ പദ്ധതിയായി വരുന്നതിന് മുമ്പ് അതിലെ ആശയങ്ങൾ ഇവരുടെ കൃതികളിൽ കാണാം എന്നവർ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും വിചാരിക്കുന്നു കാഫ്ക ഇരുണ്ട് പതുങ്ങി, മറ്റേ ഗ്രെഗർ സാംസയിലെ അയാളെ പോലെ ഇങ്ങനെ പേടിച്ചരണ്ട് ആരുടെയും അറുത്തു പോകാതെ പതുങ്ങി ഇരുട്ടത്തിരുന്ന ഏകാകിയും ഉത്കണ്ഠാകുലനും ഏതാണ്ടൊരു മാനസിക രോഗിയെ പോലൊരു മനുഷ്യനായിരുന്നു. കാഫ്ക ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കാഫ്കയുടെ രൂപം നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന പടത്തിലൊക്കെ ഇങ്ങനെ ഒരു ഉണങ്ങിയ വലിഞ്ഞ രൂപം. കാഫ്ക 6 അടി പൊക്കമുള്ള കരുത്തനായൊരു മനുഷ്യനായിരുന്നു. മനുഷ്യന് ആരോഗ്യം വേണ്ടേ? കാഫ്ക ആരോഗ്യവാനായിരുന്നു. നിയർലി 7 ലാംഗ്വേജസ് അദ്ദേഹം വായിച്ചിരുന്നു. നിങ്ങൾക്കറിയുമോ? അദ്ദേഹം ഒരു ചെറിയ ജോലിയല്ല ചെയ്തത്, ഒരു ഇൻഷുറൻസ് കമ്പനിയിലായിരുന്നു. അദ്ദേഹം ഇൻഷുറൻസ് നിയമങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അദ്ദേഹം മര്യാദയ്ക്ക് അവിടെ ജോലി ചെയ്തിരുന്നെങ്കിൽ ആ കമ്പനിയുടെ CEO ആയി മാറേണ്ടതാണ്. പക്ഷേ മാറിയില്ല. അദ്ദേഹത്തിൻ്റെ മറ്റ് ചില ഭൗതികവാദപരവും തത്വചിന്താപരവുമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ജനിച്ചത് ചെക്കോസ്ലോവാക്യയുടെ, അത് പഴയ തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാനിപ്പോഴും ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ എന്തേ പറയൂ, ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമായ പ്രാഗിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ചെക്കല്ല. ചെക്കുകൾ എന്ന് പറയുന്നത് സ്ലാവിക് ജനവിഭാഗമാണ്. അവർ സിറിലിക് ലിപിയിൽ എഴുതിയ ചെക്ക് ഭാഷയാണ് സംസാരിക്കുന്നത്. കാഫ്ക ജൂതൻ ആയിരുന്നു. അയാൾ ജർമ്മനാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തമിഴ് സംസാരിക്കുന്ന ആളുകളില്ലേ? തമിഴ് മാതൃഭാഷയുള്ളവർ സംസാരിക്കുന്ന ഒരു പ്രദേശം, കോളനികളുടെ സ്ഥലമാണ് ആലപ്പുഴ, തിരുവനന്തപുരം, പാലക്കാട്. അപ്പോൾ അവർ മലയാളികളായി ജീവിക്കുമ്പോൾ അവരെ വീട്ടിലെന്താ സംസാരിക്കുന്നത്? തമിഴാണ് സംസാരിക്കുന്നത്. അവരുടെ വായന എഴുത്തൊക്കെ തമിഴിലാണ് വരുന്നത്. അതുപോലെ ജർമ്മൻ സംസാരിക്കുന്ന ജൂതനാണ്. അപ്പോൾ സത്യത്തിൽ കാഫ്ക എവിടുത്തെ പൗരനാണ്? ജർമ്മനാണോ? അയാൾ എഴുതിയത് ജർമ്മൻ ഭാഷയിലാണ്. എന്നാൽ ജർമ്മനിയുടെ ഭാഗമാണോ അയാൾ ചെക്ക് റിപ്പബ്ലിക്കിലെ പൗരനാണ്. എന്നാൽ അയാൾ ചെക്കിൽ എഴുതുന്നതേ ഇല്ല. പിന്നെ കാഫ്ക ഏത് ലോകത്തിലെ പൗരനാണ്? ജൂതന്മാർക്കൊരു രാഷ്ട്രമുണ്ടായിരുന്നു. ഈ ജൂത സ്വത്വത്തിൻ്റെ പ്രശ്നം കാഫ്കയുടെ കൃതികളിലുണ്ട്. ഈ ജൂത സ്വത്വത്തിൻ്റെ പ്രശ്നം നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ നിരൂപകരാരും പറഞ്ഞിട്ടേ ഇല്ല. അവർ എക്സിസ്റ്റൻഷ്യലിസമാണ്, അസ്തിത്വ പ്രശ്നങ്ങളാണ്, മനുഷ്യാത്മാവിൻ്റെ തേങ്ങലുകളാണ്, ഏകാന്തതയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അതൊരു റീഡിങ്ങാണ്. എന്നാൽ ഞാൻ അങ്ങനെയല്ല പറയുന്നത്, അല്ലാതെയും ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ കാഫ്കയെക്കുറിച്ച് അധികം പറയുന്നില്ല. ലിറ്റററി തിയറി അഥവാ സാഹിത്യ സിദ്ധാന്തത്തിലേക്ക്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇൻ്റർപ്രിട്ടേഷൻ അഥവാ വ്യാഖ്യാനത്തിലേക്ക്, ഏറ്റവും ചുരുക്കി മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ വായന എന്നുള്ളതിലേക്ക് നമുക്ക് നീങ്ങാനുള്ള ഒരു എളുപ്പ വഴിയും ഈ കാഫ്ക തന്നെയാണ്. ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ. അതിനു മുമ്പ് നിങ്ങളുടെ പൊതുവിജ്ഞാനത്തിനോടൊരു പറയാം. ഒരു 5-6 കൊല്ലം മുമ്പ് രസകരമായ കേസുണ്ടായി. കാഫ്കയുടെ അവസാനത്തെ വിചാരണയായിരുന്നു അത്. കാഫ്ക വിചാരണത്തെ പേരിൽ ഒരു നോവൽ എഴുതിയല്ലോ, ഒരു കോടതി വിചാരണ. കാഫ്ക മരിച്ചു പോയതിന് ശേഷം അദ്ദേഹം ഇത്രയും ചെറിയ 41-ാം വയസ്സിൽ മരിച്ചത് ഒരു കണക്കിന് ഭാഗ്യമായി. അദ്ദേഹം മരിച്ചത് ഭാഗ്യമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കേസിലേക്ക് വരുന്നതിന് മുമ്പ് ഇതുകൂടി പറയട്ടെ. കാരണം 24-ൽ അദ്ദേഹം മരിച്ചു. 6 കൊല്ലം കഴിഞ്ഞപ്പോൾ, 6 കൊല്ലം കൂടി അദ്ദേഹം ജീവിച്ച് 47-ാം വയസ്സ് അദ്ദേഹം എത്തിയിരുന്നെങ്കിൽ ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിലേക്ക് വരുന്നതും ജൂതന്മാർ നിരന്തരമായി വേട്ടയാടാൻ തുടങ്ങുന്ന ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ജൂതമേധം അരങ്ങേറുന്നതും കാണേണ്ടി വരുമായിരുന്നു. അരങ്ങേറുന്നത് കാണേണ്ടി വരിക മാത്രമല്ല, നാം ആരാധിക്കുന്ന ഫ്രാൻസ് കാഫ്ക ഏതെങ്കിലും ഒരു ജൂതമേധാലയത്തിലെ അഥവാ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഗ്യാസ് ചേമ്പറിനുള്ളിൽ എരിഞ്ഞടങ്ങുമായിരുന്നു. അത് ഞാൻ സ്പെക്കുലേറ്റ് ചെയ്യുന്നതല്ല. അദ്ദേഹത്തിൻ്റെ സഹോദരി ഔട്ടില ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ് മരിച്ചത്. കാഫ്കയുടെ സഹോദരി. കാഫ്കയെക്കുറിച്ച് പറയുമ്പോൾ ആ സഹോദരിയെക്കുറിച്ച് നമ്മൾ പറയാറില്ല. കാഫ്കയുടെ ഒരുപാട് കാമുകിമാരുണ്ടായിരുന്നു.
പ്രേമമൊക്കെ ഉണ്ട്. പക്ഷേ കല്യാണം നിശ്ചയിക്കും അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു മാനസികാവസ്ഥയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കാമുകിയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മരിച്ചിട്ടുണ്ട്. കാഫ്കയും മരിക്കുമായിരുന്നു. കാരണം ജൂതവേട്ടയുടെ കാലമാണ്. അത് കാണാതെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം അന്തരിച്ചു പോയത് ഒരുപക്ഷെ നല്ലതായിരിക്കാം. അല്ലെങ്കിൽ കാഫ്ക എവിടെ മരിച്ചു എന്ന് പോലും, എവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ പോലും എന്ന് പോലും അറിയില്ല. പ്രാഗിൽ അദ്ദേഹത്തിൻ്റെ ആ വീടും ഒക്കെ സംരക്ഷിച്ചിട്ടുണ്ട്. മ്യൂസിയമുണ്ട്. അദ്ദേഹം സ്കൂളിലേക്ക് നടന്നു പോയ സ്ഥലമുണ്ട്. അതിൻ്റെ അടുത്ത് കാഫ്ക ബുക്ക് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ ബുക്ക് ഷോപ്പുണ്ട്. അവിടെ ഈ ലോകത്ത് നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ വരും. അത് അവരിങ്ങനെ പുസ്തകം കൊണ്ടുവരും. എൻ്റെ ഭാഷയിൽ കാഫ്കയാണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കാണിക്കും. ജാപ്പനീസ്, ചൈനീസിലൊക്കെ കാഫ്ക വരും. മലയാളികൾക്കും ഇത് പോയി അവിടെ നമ്മൾ കാഫ്കയൊക്കെ കൊടുക്കാവുന്നതാണ്. നമ്മുടെ ബെന്യാമിനൊക്കെ അവിടെ പോയിരുന്നു. ഈ മാത്രമല്ല കാഫ്ക എത്ര സ്വാധീനമുണ്ടെന്ന് അറിയണമെങ്കിലേ, ബി മുരളി എന്ന മലയാളത്തിലെ കഥാകൃത്തിൻ്റെ ഒരു കഥാസമാഹാരത്തിൻ്റെ പേര് കോടതി വരാന്തയിലെ കാഫ്ക എന്നാണ്. ഇപ്പോൾ ആളുകളെല്ലാം വലിയൊരു ഹോട്ട് പ്രോപ്പർട്ടി റൈറ്ററായി വായിക്കുന്ന ഒരാളാണ് ജപ്പാൻകാരനെ ഹരുക്കി മുറക്കാമി. മുറക്കാമിയെ വായിച്ചില്ലേ എന്നാൽ ഇനി ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ. ഇടയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആൽക്കമിസ്റ്റ് വായിച്ചില്ലേ, പുസ്തകമൊക്കെ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു പിന്നെ ഞാൻ രാവിലെ മുതലൊക്കെ വായിക്കും. എന്തോ വായിക്കുന്നത് ഞാൻ വിചാരിച്ച് രാമായണമോ വായിക്കാൻ വേണം, അല്ല ആൽക്കമിസ്റ്റ് വായിക്കാമെന്ന്. ആരെ പൗലു കൊയ്ലു, ഒരു 7ാം ഗ്രേഡ് എഴുത്തുകാരനാണ്. അതാണ് നമ്മൾ ഈ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തോ പഠിക്കാനും ഒക്കെ വെച്ചിട്ടുണ്ട്. ആൽക്കമിസ്റ്റ് വായിച്ചില്ലെങ്കിൽ ഉടനെ ആൽക്കമിസ്റ്റ് നമ്മുടെ അതേ കഥ ബോർഹസ് എഴുതിയിട്ടുണ്ട്. അതിനു മുമ്പ് റൂമി ഈ കഥ എഴുതിയതാണ്. അത് പോട്ടെ. അപ്പോൾ അങ്ങനെ അയാളുടെ കാഫ്ക ഓൺ ദ ഷോർ എന്നാണ് മുറക്കാമിയുടെ ഒരു പ്രസിദ്ധമായ പുസ്തകത്തിൻ്റെ പേര് തന്നെ. അങ്ങനെ കാഫ്ക എവിടെയും ഉണ്ട്. വിമൽരാജ് പറഞ്ഞ പോലെ കേരളത്തിലും ഉണ്ടായിരുന്നു. പണ്ട് കാക്കനാടനെ കളിയാക്കാനായിട്ട് കാഫ്കനാടൻ എന്നാണ് വിളിച്ചു. കാരണം കാഫ്കയുടെയൊക്കെ സ്വാധീനതയുണ്ട് എന്നുള്ളൊരു ആരോപണമായിരുന്നു അത്. എന്നാലും അതിനൊരു തമാശയുണ്ട്. ഞാൻ ആ കേസിലേക്ക് വരട്ടെ. കാഫ്ക ഇപ്പോഴും സജീവമാണ്. എത്ര കൊല്ലമാണെന്ന് ഞാൻ മറന്നുപോയി. ഈ കാഫ്കയുടെ എല്ലാ പേപ്പേഴ്സും കാഫ്ക ഏൽപ്പിച്ചത് മരിക്കുന്നതിന് മുമ്പ് കൂട്ടുകാരനായ മാക്സ് ബ്രോഡിനെ. അപ്പോൾ ഈ ജൂത പ്രസ്ഥാനം വലുതായി കഴിഞ്ഞപ്പോൾ ജൂതവേട്ട തുടങ്ങി. അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞ് ജൂതരുടെ മാതൃരാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറഞ്ഞ സയോണിസ്റ്റ് പ്രസ്ഥാനം ശക്തമായി. ഈ പ്രസ്ഥാനത്തിൻ്റെ മീറ്റിങ്ങിലൊക്കെ കാഫ്കയും പങ്കെടുത്തിരുന്നു. കാഫ്കയ്ക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്തതൊന്നും മതിയാക്കി പോയതാണ്. അപ്പോൾ കാഫ്കയുടെ ആ ഒരു ജീവിതം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പിന്നീട് മാക്സ് ബ്രോഡ് ഇസ്രായേലിലേക്ക് പോയി. ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഈ ജൂതവേട്ടയുടെ കാലത്ത് ലോകത്തെ വളരെ പ്രധാനപ്പെട്ട പല എഴുത്തുകാരും ഇസ്രായേലിലേക്ക് പോയിരുന്നു. ബ്രോഡ് മരിച്ചത് ഞാൻ വിചാരിക്കുന്ന ഇസ്രായേലിൽ വെച്ചാണ്. ബ്രോഡിൻ്റെ മുഴുവൻ പേപ്പേഴ്സും ബ്രോഡിൻ്റെ സെക്രട്ടറിക്കായി കിട്ടി. ഒരു സ്ത്രീ പാവം പഠിച്ചൊരു അവരെ ടൈപ്പിസ്റ്റൊക്കെ ആയിട്ട് കാര്യം അവർക്ക് ഇന്ന് സാഹിത്യമൊന്നും അറിഞ്ഞുകൊണ്ട് അവരതെല്ലാം പെട്ടിയിലൊക്കെ അടുക്കി അദ്ദേഹം പ്രൊഫസറോടുള്ള സ്നേഹം കാണിച്ചു. അതിനകത്ത് മുഴുവൻ കാഫ്കയുടെ പേപ്പേഴ്സും ഉണ്ടായിരുന്നു. കാഫ്കയുടെ കത്തുകൾ, കാഫ്ക എഴുതിയത്, കൈയെഴുത്ത് പ്രതികൾ. കുറച്ചു കാലം കഴിഞ്ഞ് ലോകം മാറി. കാഫ്ക പണ്ടേ മരിച്ചു, ബ്രോഡ് മരിച്ചു, ഈ സ്ത്രീ മരിച്ചു. പക്ഷേ ആ സ്ത്രീ മരിച്ചപ്പോൾ ഇതിൻ്റെ എല്ലാ ഉടമസ്ഥ അവരുടെ മകളായി മാറി. അപ്പോൾ ലോകത്തെ ആർക്കൈവൽ റിസർച്ച് ഉണ്ട്. ലോകത്തെ വമ്പൻ ലൈബ്രറികൾ, വികസിത രാജ്യങ്ങളിലെ ലൈബ്രറികൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. നമ്മളെ കേരളത്തിൽ, ഇന്ത്യയിലും ഒന്നും നടക്കില്ല. കാരണം നമുക്ക് പൈസ കൊണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നുമില്ലേ നമ്മൾ 2 ആഘോഷമൊന്നും നടത്തും. സായിപ്പ് അങ്ങനെ ചെയ്യില്ല. സായിപ്പ് പൊതുവെ ഇന്ത്യയുള്ള സംസ്കാരമുള്ള ആളൊന്നും അല്ലാന്ന് നമ്മൾ പൊതുവെ തീരുമാനത്തിലെത്തിയിട്ടുണ്ടല്ലോ അല്ലേ. ലോകത്തെ സംസ്കാരത്തിൻ്റെ കേന്ദ്രം എവിടെയാണ്? ജംബുദ്വീപമാണ്, ഭാരതഖണ്ഡം. ആ സംശയമൊന്നുമില്ല എല്ലാവർക്കും. എനിക്കൊരു സംശയമേ ഇല്ല. നിങ്ങൾക്കോ? നമ്മളെന്ന് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിച്ചിട്ട് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ അവർക്ക്. അപ്പോൾ അവർ വലിയ റൈറ്റേഴ്സിൻ്റെ മുഴുവൻ പേപ്പറുകളും അവരെന്തെഴുതിയാലും ആർക്കൈവ് ചെയ്യും. അത് വിലയ്ക്ക് വാങ്ങും, വൻ പൈസ കൊടുത്ത്. എഴുത്തുകാരെ പുസ്തകത്തിൻ്റെ ഒക്കെ എഴുതുന്ന സൈഡിലെ കുറിപ്പൊക്കെ എഴുതില്ലേ, ഈ പുസ്തകം മഹാ തല്ലിപ്പള്ളിയാണ്, ഇത് എഴുതിയവനെ തല്ലിക്കൊല്ലണമെന്നൊക്കെ എഴുതൂല്ലേ ആളുകൾ പുസ്തകത്തിൻ്റെ സൈഡിലൊക്കെ. അതുപോലും വലിയ പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട്. അങ്ങനെ കാഫ്കയുടെ എല്ലാ എഴുത്തുമില്ലേ, പ്രത്യേകിച്ച് സർവകലാശാലകളാണ് വാങ്ങുന്നത്. നമ്മുടെ സർവകലാശാല ഇത്തരം നിസ്സാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്തത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ലോകത്തിലെ എല്ലാ സർവകലാശാലകളും, നിങ്ങൾ ബോധനയിൽ ലൈബ്രറിയിലൊന്നും വേണം. ഓക്സ്ഫോർഡിലെ ബോധനയിൽ ഏതൊക്കെ എഴുത്തുകാർ എഴുതിയ പേപ്പേഴ്സാണ് ഇങ്ങനെ വച്ചിരിക്കുന്നത്. എഴുത്തുകാർ മറ്റേ അലക്കമ്പനിയിൽ എഴുതിയ കടലാസ് വരെ വെച്ചിരിക്കുക. ഇത് മുഴുവൻ സാധനമുണ്ട് അവിടെ, മാനുസ്ക്രിപ്റ്റ്സ്, എന്തിനും ബസ് ടിക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ കളക്ഷനിൽ വലിയ ലൈബ്രറികൾ തന്നെ കാഫ്കയുടെ പേപ്പേഴ്സ് മുഴുവൻ ഇസ്രായേലിൽ ടെലവീവിലുണ്ട് എന്ന് കണ്ടെത്തി അമേരിക്കൻ ലൈബ്രറികൾ, യൂണിവേഴ്സിറ്റികൾ വൻ വില പറഞ്ഞു ഈ സ്ത്രീയോട്. വൻ വില എന്ന് വെച്ചാൽ ചെറിയ വില, കോടിക്കണക്കിന് ഡോളറാണ്. ആ സ്ത്രീക്ക് സന്തോഷമായി.
ഇതിൻ്റെ മൂല്യമല്ല. പൈസ കിട്ടിയ അവർക്കൊരു വലിയ ആശ്വാസമാണ് അല്ലേ? നമുക്കാണെങ്കിലും പഴയ കുറച്ച് കടലാസിന് കുറച്ച് പൈസ കിട്ടിയാൽ നല്ലതല്ലേ? അങ്ങനെ വല്ല എഴുത്തുകാരും ഒക്കെ എഴുതി ചുരുട്ടിക്കളയുന്നൊക്കെ എടുത്ത് വെച്ചോളണം കേട്ടോ, അറിയാൻ പറ്റില്ല. ഇനി ഇയാൾ വല്ല മഹാനോ പറ്റുമായി നമുക്ക് വിൽക്കാൻ പറ്റും. ഈ പഴയ പേപ്പറൊക്കെ തൂക്കി വീഴുന്നതൊക്കെ കാണും. അപ്പോൾ പക്ഷേ അവർ പൈസ ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ സർക്കാർ ഇടപെട്ടു. ഇസ്രായേൽ നാഷണൽ ലൈബ്രറി വലിയൊരു കോടതി വ്യവഹാരത്തിലേക്ക് നീങ്ങി. ഈ പേപ്പറുകളൊന്നും ഇസ്രായേലിന് പുറത്തു പോകാൻ പാടില്ല എന്നും ഇതിൻ്റെ ലീഗൽ ഓണർ എന്ന് പറയുന്നത് ഇസ്രായേൽ നേഷനാണെന്നും അവർ പറഞ്ഞു. കാരണം കാഫ്ക, അപ്പോൾ അവരുടെ മറ്റേ പബ്ലിഷേഴ്സിന് വേണ്ടി ഈ സ്ത്രീയുടെ വക്കീൽ വാദിച്ചു, കാഫ്ക ഇസ്രായേൽ പൗരനല്ലല്ലോ. കാഫ്ക ഇന്ന് ലോകത്ത് നിലവിലില്ലാത്ത ഒരു രാജ്യത്തെ പൗരനാണ്. കാഫ്കയുടെ ഐഡന്റിറ്റിയുടെ പ്രശ്നമാണ്. കാഫ്ക ചെക്കോസ്ലോവാക്യക്കാരനാണ്. അങ്ങനെ ഒരു രാജ്യം ഇന്ന് ഇല്ല. ഈ ഭൗമരാഷ്ട്രീയം, ജിയോ പൊളിറ്റിക്സ്, മനുഷ്യൻ്റെ ആർത്തികളും ദുരയും വംശാധിപത്യവും വംശവെറിയും അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ അതാണ്. ഇല്ലാത്ത രാജ്യത്ത് ജനിച്ച ആളാണ് ഞാൻ. ഫെബ്രുവരി 29 ജനിച്ചു എന്നൊക്കെ പറയും പോലെ 4 കൊല്ലത്തിൽ ഒരിക്കലേ ഉള്ളൂ ബർത്ത്ഡേ. 3 കൊല്ലം വയസ്സില്ലാതെ ഇങ്ങനെ കഴിഞ്ഞു പോവുക. പ്രായമാകുന്നില്ല. അവരെ റിട്ടയർ ചെയ്യാൻ പോലും അനുവദിക്കാൻ പാടില്ല അല്ലേ? 56 വയസ്സ് ഒരു കാലവും തികയില്ലല്ലോ അവർക്ക്. തികയോ? നിങ്ങൾ ഈ കലണ്ടറിനനുസരിച്ചാണ് റിട്ടയർമെൻറ്റ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി 29 ജനിച്ചാലേ അംഗീകരിക്കേണ്ടതുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന് റൈറ്റ് ഉണ്ട്, അസെക്ഷൽസിന് റൈറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ ഫെബ്രുവരി 29 വേണ്ടേ? 29 പ്രത്യേക റൈറ്റ്സ് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ക്യൂറിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. അതും ക്യൂറിൻ്റെ ഭാഗം ആണ്. അപ്പോൾ വലിയ കേസായി. മറ്റേ കാഫ്കയ്ക്ക് ഏത് രാജ്യമുണ്ട്? അയാൾ ഇസ്രായേലല്ലോ, അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവരുടെ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ പുറത്തിരുന്ന കടലാസിൽ ഇസ്രായേലിന് എന്ത് കാര്യം എന്നൊക്കെ ചോദിച്ചു. പക്ഷെ കോടതിയും കേസും നടന്നത് എവിടെയായിരുന്നു? ഇസ്രായേലിലായിരുന്നു. അതുകൊണ്ട് ആ കോടതി ഇസ്രായേലിന് അനുകൂലമായി വിധിച്ചു. അതുകൊണ്ട് അത് അമേരിക്കയിലേക്ക് പോയില്ല. കാഫ്കയുടെ പേപ്പേഴ്സ് എല്ലാവരും ടെലവീവിലെ ഹോളോകോസ്റ്റ് മ്യൂസിയവും അവരുടെ നാഷണൽ ആർക്കൈവും ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മളത് പോയി കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് ജർമ്മൻ വായിക്കാൻ അറിഞ്ഞുകൂടാ എന്നുള്ളത് കൊണ്ട് ഇസ്രായേലിൽ പോക്കും അത്ര എളുപ്പമല്ല. ഇതിനെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ഒരു യങ് ജേർണലിസ്റ്റ് ലിറ്റററി റൈറ്റർ ഒരു പുസ്തകം എഴുതി, കാഫ്കാസ് ലാസ്റ്റ് ട്രയൽ, കാഫ്കയുടെ അവസാനത്തെ വിചാരണ. അത് ആ നോവലിൻ്റെ പേരിൻ്റെ ഒരു പാരഡിയാണ്, ട്രയൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് മെറ്റമോർഫോസിസ് പഠിപ്പിക്കുന്നത്? പെട്ടെന്ന് ഒരു മനുഷ്യനുണ്ടാകുന്ന പരിവർത്തനം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് പാറ്റയാകാൻ സാധ്യമാണോ? നമ്മൾ ചിലപ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ ആയിക്കളെ സിനിമയൊക്കെ കണ്ട ആവേശം കയറിയിട്ട് അല്ലേ? ചെറിയ കുട്ടികൾ സൂപ്പർമാനൊക്കെ ആവുന്ന കണ്ടിട്ടില്ലേ? അല്ലേ? നിങ്ങൾ സൂപ്പർമാൻ ആയിട്ടില്ല? അതുപോലൊക്കെ വേഷം കിട്ടിയൊക്കെ വന്ന് നമ്മൾ കൊച്ചിലെ കളിക്കും. ഞാനാണ് ഈ തച്ചോളി ഉദയനായിട്ടാണ് കളിച്ചത്. ഇല്ല, നമ്മുടെ കാലത്ത് അതായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാൾ പാർട്ടിയാവുക സാധ്യത. അപ്പൊ പിന്നെ ഇതൊരു പ്രതീകാത്മകമായ ആവിഷ്കാരമാണോ? മനുഷ്യാസ്തിത്വത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് എലിനേഷൻ, അന്യവൽക്കരണം, അതൊരു ഒരു പ്രത്യേക സിദ്ധാന്തം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എലിനേറ്റഡ് ആയിത്തീരുന്ന അവസ്ഥ ഇതൊക്കെയാണ് എന്നുള്ളത് സാഹിത്യ നിരൂപണം അല്ലെങ്കിൽ സാഹിത്യ സിദ്ധാന്തം ഉണ്ടാക്കിയ ഒരു സങ്കല്പമല്ലേ? ആണോ? കാഫ്ക പറഞ്ഞോ നിങ്ങളോട്, ഞാൻ കുറച്ച് ഏലിയനേഷൻ, 1 കിലോ ഏലിയനേഷൻ, 400 ഗ്രാം എക്സിസ്റ്റൻഷ്യൽ ആങ്സ്റ്റ് എന്നൊന്നും കാഫ്ക പറഞ്ഞില്ല, സാഹിത്യ നിരൂപണം പറഞ്ഞതാണ്. ലിറ്റററി തിയറിസ്റ്റുകൾ ഇത് കാഫ്കയിൽ നിന്ന് അവരുടെ റീഡിങ്ങിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയതാണ്. ആണല്ലോ? അപ്പോൾ ഈ ലിറ്റററി തിയറി എന്ന് പറയുന്ന ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ മറ്റൊരു രൂപം റീഡിങ് തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള റീഡിങ്ങിന് ഒരു പൊതുവായ ചട്ടക്കൂടുണ്ടാകുമ്പോൾ അതൊരു സിദ്ധാന്തമായി മാറുന്നു എന്നേ ഉള്ളൂ. അത് മലയാളത്തിലുണ്ട്, സംസ്കൃതത്തിലുണ്ട്, ലോകത്തെ ഏതാണ്ട് എല്ലാ ഭാഷകളിലുണ്ട്. പക്ഷേ നമ്മൾ പാശ്ചാത്യം എന്ന് പറഞ്ഞ് പഠിക്കുന്നത് ഏത് മാത്രമാണ്? ഇംഗ്ലീഷ് മാത്രമാണ്. നമ്മെ സംബന്ധിച്ച് നമ്മളൊരു കൊളോണിയൽ രാജ്യമായതുകൊണ്ട് നമ്മുടെ പാഠ്യപദ്ധതിയെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇംഗ്ലീഷ് പാഠ്യപദ്ധതി. ഇതിനെ ഡിസ്കോഴ്സ് എന്നാണ് തിയറിസ്റ്റുകൾ വിളിക്കുക. മിഷേൽ ഫൂക്കോ എന്ന് പറഞ്ഞ തിയറിസ്റ്റ് ഇതിനെയാണ് എന്തോന്ന് പറയുന്നത്? ഡിസ്കോഴ്സ്. ഒരു ഡോമിനന്റ് ഡിസ്കോഴ്സ് ആണ് നിങ്ങളുടെ കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. ഈ കോളേജിലെ കുട്ടികൾ എന്ത് പഠിക്കണം എന്ന് തീരുമാനം. ഇതൊരു ഓട്ടോണമസ് കോളേജ് ആണെങ്കിൽ ഇവിടുത്തെ കുട്ടികൾ എന്ത് പഠിക്കണം എന്ന് ആര് തീരുമാനിക്കുന്നു? ഇവിടുത്തെ അക്കാഡമിക് ഫാക്കൽറ്റിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അക്കാഡമിക് ഫാക്കൽറ്റിയുടെ ഡിസ്കോഴ്സാണ് ഈ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത കൊണ്ട് പുതിയ ഒരു പുതിയ തേങ്ങയൊന്നുമല്ല. സിമ്പിളായൊരു ഉദാഹരണത്തിലൂടെ ഡിസ്കോഴ്സിനെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു തരം റീഡിങ് പറയട്ടെ.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ജൂതവംശജനായ ഒരാളാണ് ഫ്രാൻസ് കാഫ്ക. മെറ്റമോർഫോസിസിലെ ഗ്രെഗർ സാംസ എന്ന് പറയുന്നത് താൻ മനുഷ്യനിൽ നിന്ന് ഒരു പാറ്റയായി മാറി, അല്ലെങ്കിൽ ഷഡ്പഥമായി മാറി എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ആയിത്തീരുന്ന കാഫ്ക സത്യത്തിൽ ജൂത ഐഡന്റിറ്റിയുടെ പ്രശ്നങ്ങളല്ലേ കാണിക്കുന്നത്. സത്യത്തിൽ ആ കഥയിൽ അദ്ദേഹം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനെ കിട്ടാത്തത് കൊണ്ടാണ് ഈ ജൂതമതത്തിലെ മേധം, അതായത് ബലികർമ്മവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഈ കഥയിലുടനീളം ജർമ്മൻ ഭാഷയിൽ അദ്ദേഹം ഉപയോഗിച്ചത്. ജൂതമതത്തിലെ ആയി ബന്ധപ്പെട്ട ജർമ്മനിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്, ഹീബ്രു ഒറിജിനുള്ള വാക്കുകൾ. ആ വാക്കുകളാണ്. ഇപ്പം സംസ്കൃതത്തിന് ബലി അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ അർത്ഥത്തിന് വേറെ ഡയമെൻഷൻ ഉണ്ടല്ലേ. ഈ സാക്രിഫൈസ് എന്ന് നമ്മുടെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പൂർണ്ണമായ അർത്ഥം കിട്ടൂല നമുക്കുണ്ടോ. അച്ഛന് ബലിയിടുകയായിരുന്നു എന്നുള്ളതിന് അച്ഛനെ സാക്രിഫൈസ് ചെയ്യുന്നു, ഫ്യൂണറൽ റൈറ്റ്സ് ചെയ്യായിരുന്നു എന്ന് എഴുതിയാൽ കിട്ടുമോ? ആ ബലിയുടെ കൾച്ചറൽ ഡയമെൻഷൻസ് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ എൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത്, കാഫ്കയുടെ ഈ കഥാപാത്രം തൻ്റെ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നം അനുഭവിക്കുന്ന ഒരു ജൂതൻ ആണ്. താൻ ചെക്ക് പൗരനാണ്, എന്നാൽ ചെക്കുകാരനല്ല. താൻ ജർമ്മനാണ്, എന്നാൽ ജർമ്മൻ പൗരത്വമുള്ളവൻ അല്ല. താൻ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ജൂതൻ ആണ്. തൻ്റെ ഐഡൻറ്റിറ്റി ഏതാണ് എന്നുള്ള ഈ സന്ദിഗ്ധതയാണ് ഈ കഥാപാത്രത്തിനുള്ളത്. ആ ജൂ ഐഡൻറ്റിറ്റിയുടെ ഒരു സസ്പെൻഡഡ് സ്ഥിതിയാണ്. ഈ പാറ്റ തൂങ്ങിക്കിടക്കും അല്ലേ, ഒരു ഷഡ്പഥത്തിന് അങ്ങനെ എഴഞ്ഞ് സഞ്ചരിക്കുക, അതൊരു നേരെ നിൽക്കുന്നില്ല, അത് വിലങ്ങനെ തിരശ്ചീനമായി സഞ്ചരിക്കുന്നു. അപ്പോൾ ആ സസ്പെൻഡഡ് ആയ അവസ്ഥ എന്ന് പറയുന്നത് ജൂ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമാണ്. അങ്ങനെ ജൂ ഐഡൻറ്റിറ്റിയെ കുറിച്ചുള്ള വലിയ പ്രതിസന്ധികളാണ്, വലിയ ഇൻറ്റേർണൽ ക്രൈസിസ് ആണ് മെറ്റമോർഫോസിസ് ആവിഷ്കരിക്കുന്നത്. അതിനകത്ത് ഈ എക്സിസ്റ്റൻഷ്യൽ ആങ്സ്റ്റും ഏലിനേഷനും ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു പരമസത്യം പറഞ്ഞു നിങ്ങൾ വിചാരിക്കരുത്. ഇനി മുതൽ എക്സിസ്റ്റൻഷ്യൽ ആങ്സ്റ്റ് റദ്ദായിരിക്കുന്നു, അതവിടെ തന്നെ ഉണ്ട് ആ റീഡിങ്. ഇത് മറ്റൊരു റീഡിങ്ങാണ്. സാഹിത്യ സിദ്ധാന്തത്തിൻ്റെ പ്രത്യേകത ഒരേ ലിറ്റററി വർക്കിനെ, ഒരേ ടെക്സ്റ്റിനെ, ഒരേ പുസ്തകത്തെ പലതരം സമ്പ്രദായങ്ങളിലൂടെ വായിക്കാൻ സഹായിക്കും. അങ്ങനെ അത് ആ ടെക്സ്റ്റ്, ആ പുസ്തകത്തിൻ്റെ, ആ സാഹിത്യകൃതിയിലെ അനേകം അർത്ഥങ്ങളെ കൂടുതലായി വെളിപ്പെടുത്തുകയും അതിനെ കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്യും. അതിലൂടെ ഈ ഓരോ റീഡിങ്ങും ആ ഒറിജിനൽ കൃതിയെ പോലെ തന്നെ മൗലികമായി തീരുകയും മനുഷ്യ ലോകത്തെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ച് സാഹിത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ വലുതാക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഫ്രെയിം വർക്കിൻ്റെ പേരാണ് സാഹിത്യ സിദ്ധാന്തം. അത് ഇൻ്റർപ്രിട്ടേഷനോ റീഡിംഗ് എന്നോ ഒക്കെ നിങ്ങൾക്ക് റിസപ്ഷനോ റീഡേഴ്സിൻ്റെ റെസ്പോൺസ് എന്നോ ഒക്കെയും വിളിക്കാം. ഈ സാഹിത്യ സിദ്ധാന്തം പണ്ടുകൊണ്ട് പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ കാഫ്കയുടെ എൻ്റെ റീഡിങ്ങാണ് ഞാൻ പറഞ്ഞത്. ഈ റീഡിങ്ങിൻ്റെ വ്യത്യസ്തമായി എത്രയെങ്കിലും റീഡിങ്ങുകൾ നിങ്ങൾക്കും സാധ്യമാണ്. ഇത് കാഫ്കയെക്കുറിച്ച് മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിന് ആനവാരിയും പൊൻകുരിശും വായിച്ചിട്ടുണ്ടോ? മുതിർന്നവരെ വായിച്ചിട്ടുണ്ട്. ആനവാരി, പൊൻകുരിശ്, സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്നൊക്കെ പറഞ്ഞുള്ള കഥകളുണ്ട്. പിന്നെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, ഇതൊക്കെയുണ്ട്. മലയാളത്തിലെ വലിയ ക്ലാസിക് സ്റ്റോറീസാണ്. ഇതിലെ കഥാപാത്രങ്ങളുടെ പേര് പൊൻകുരിശ് തോമ കള്ളന, പൊൻകുരിശ് മോഷ്ടിച്ചത്. ആനവാരി രാമൻ നായർ ചാരമാണെന്ന് കരുതിയിട്ട് ഇരുട്ടത്ത് പോയി ആന കിടക്കുകയായിരുന്നു. ഒരു മൺവെട്ടി കൊണ്ട് കുട്ടയിൽ കോരി എടുക്കാൻ ശ്രമിച്ചു. ചാണകം മോഷ്ടിക്കാൻ പോയത്, അത് അബദ്ധം പറ്റി. അങ്ങനെ ആനവാരി എന്ന് പേര് കിട്ടി. മണ്ടൻ മുത്തപ്പ, ഒറ്റക്കണ്ണം പോക്കര്, തൊരപ്പൻ അവറാൻ, ഇതൊക്കെ പെരുങ്കള്ളന്മാരാണ്. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് കേട്ടിട്ടുണ്ടോ? വായിച്ചില്ലെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളത്തിലൊരു പഞ്ചായത്ത് മെമ്പറെ പോലെ പരിചിതനാണ് ആര്? എട്ടുകാലി മമ്മൂഞ്ഞ്. കാരണം എട്ടുകാലി മമ്മൂഞ്ഞ് താൻ ചെയ്യാത്ത എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളാണ്. കാരണം അദ്ദേഹം നാട്ടിൽ ഏത് സ്ത്രീക്ക് ഗർഭം ഉണ്ടായാലും നാട്ടിൽ മുഴുവൻ പുള്ളി എന്നെ അങ്ങ് പ്രസ്താവിക്കും. സംഗതി അറിഞ്ഞാൽ ഇന്നാർക്ക് ഗർഭമാണ്, അതിൻ്റെ ഉത്തരവാദിത്വം സംഗതി ഞങ്ങളാന്ന് പറഞ്ഞു, അതിൻ്റെ മുതലാളി ഞാനാണ്, ഉത്തരവാദി ഞാനാന്ന് പറഞ്ഞു. പക്ഷെ പ്രശ്നം അദ്ദേഹം നപുംസകമാണ് എന്നുള്ള സന്താനോൽപാദന ശേഷി ഇല്ലാത്ത ആളാണ് എട്ടുകാലി മമ്മൂഞ്ഞ് എന്നുള്ളതാണ്. ഇത്തരം കോമിക് ക്യാരക്ടേഴ്സിന്, മൈനർ ക്യാരക്ടേഴ്സ് എന്ന് പറയാവുന്ന ആളുകളുടെ ഒരു പ്രപഞ്ചമാണ് ബഷീറിൻ്റേതുള്ളത്. അത് വലിയ ഫലിതമാണ്. നമ്മൾ സത്യത്തിൽ ചിരിച്ചു. അത് വായിച്ചാൽ അറിയാതെ ഇങ്ങനെ ഓരോ പ്രസ്താവനകളൊക്കെ ഇട്ട് ചിരിച്ചു. അത്രയും രസകരമായ സ്നേഹവും കാരുണ്യം. ഈ കള്ളന്മാരുടെ കൂടെയാണ് നമ്മൾ. അതിനകത്ത് എന്തിനും എതിര് പറയുന്ന ഒരു നമ്പൂരിപ്പാടുണ്ട്, ചാത്തങ്കേരി മനയ്ക്ക ശങ്കരൻ നമ്പൂരിപ്പാട്. EM ശങ്കരൻ നമ്പൂരിപ്പാട് എന്തിനെതിര് പറഞ്ഞില്ല. അന്നത്തെ 50കളിലെ കമ്മ്യൂണിസ്റ്റ് നമ്പൂതിരിപ്പാടാണ്. പക്ഷേ
50 കൊല്ലത്തിന് ശേഷം 53-ലാണ് ഇതെല്ലാം അദ്ദേഹം സൃഷ്ടിക്കുന്നത്. 51, 52, 53 കാലത്ത് ഇതെല്ലാ ക്യാരക്ടേഴ്സും ഉണ്ടാക്കി. 60 കൊല്ലത്തിന് ശേഷം വായിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഡിസബിലിറ്റി സ്റ്റഡീസിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, മണ്ടൻ മുത്തപ്പ എന്നോ ഒറ്റക്കണ്ണൻ പോക്കറെന്നോ, എട്ടുകാലി മമ്മൂഞ്ഞ കണ്ട ആകെക്കൂടി ഒരു എട്ടുകാലിയെ പോലെ ഇരിക്കും, ഒരു ഉണ്ടത്തല, ഒരു നീണ്ട കപ്പട മീശയാണ്, ആൾ നപുംസകാണ് എന്നൊക്കെ തമാശ മട്ടൽ ബഷീർ പറയുന്നു. ഇതൊക്കെയും തമാശകളാണോ? മനുഷ്യൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ ഭിന്നമായ ഒരു ശേഷിയാണ്. എൻ്റെ ഡിസബിലിറ്റി എന്ന് പറയുന്നത്, എൻ്റെ വിക്ക്, എൻ്റെ സ്റ്റാമറിങ് ഒരു പരിഹാസ വസ്തുവല്ല. ഞാൻ മറ്റൊരു തരത്തിലുള്ള ഒരു അട്ടറൻസാണ്. എൻ്റേത് വ്യത്യസ്തമായ ശേഷിയാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒരുപടിയും താഴെയല്ല എന്ന പുതിയ വിവേകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ ഈ ഫലിതത്തെ നിഷ്കളങ്കമായി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇങ്ങനെ എഴുതി അന്യായമല്ലേ? ബഷീറിനെ ഉടനെ ജയിലിൽ അടയ്ക്കണ്ടേ? ഡിസബിലിറ്റി നിയമം അനുസരിച്ച് വേണം. പക്ഷേ നിങ്ങൾ എവിടെ പോയി അടയ്ക്കും? സ്വർഗത്തുമുണ്ടേ. അതാ പ്രശ്നം, മരിച്ചുപോയില്ലേ? അല്ലെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഞാനിങ്ങനെ വാദിച്ചതാണ് കേട്ടോ, ഇത് ഞാൻ പറഞ്ഞത് ഇതാണ് സത്യം. ഇനി മുതൽ ആ ബഷീറിനെ കണ്ട ഉടനെ തല്ലിക്കൊള്ളണമെന്ന് നിങ്ങൾ പറയരുത്. ഇതിൻ്റെ മറുവശം ഞാൻ ചോദിക്കട്ടെ, ഈ വിവേകങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത്, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരെയൊക്കെ കളിയാക്കിയിട്ടുണ്ടോ? നിങ്ങൾ അവൻ്റെ വൈകല്യങ്ങളെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ഇല്ലേ? നിങ്ങളെയും കേസെടുക്കണ്ടേ? നിങ്ങൾ ചെയ്ത ലോകത്തിലെ ഏറ്റവും നരാധമമായ പ്രവൃത്തിയല്ലേ? ആണോ? അല്ല, നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു അല്ലേ? ഇന്ന് ബസ്സിൻ്റെ പിറകിൽ തൂങ്ങിപ്പോയി ഒരുത്തൻ. ബസ്സിൻ്റെ പിറകിൽ ഏണിയില്ലേ? ആ ഏണിയിൽ കയറി നിന്ന് പുള്ളി ഒരു 3-4 കിലോമീറ്റർ അങ്ങ് യാത്ര ചെയ്തു. നല്ല സുഖം, കാറ്റൊക്കെ അടിച്ചു പോയി. അതിൻ്റെ പിന്നാലെ പോയ കാറിലൊക്കെ ക്യാമറ വെച്ചിരിക്കുകയല്ലേ? മനുഷ്യന് ഓരോടെ മൂത്രം ഒഴിക്കാൻ പറ്റാത്ത കാലം. എന്താ? അപ്പം ക്യാമറ പിടിക്കും. ഒരു കള്ളം ചെയ്യാൻ വയ്യ ആളുകൾക്ക്. CCTV ക്യാമറ. അപ്പം എന്നാൽ ബാക്കി സംവിധാനം ഉണ്ടാക്കിയിട്ട് പോരെ ഇതൊക്കെ വെച്ച് നമ്മുടെ പ്രൈവസികളെ ചിത്രത്തിൽ പറഞ്ഞു. ഈ കാറിൽ പോയ അവൻ കാറിലാണ് പോകുന്നത്. മിനിമം 8 ലക്ഷം രൂപ ചിലവാക്കി അവൻ കാറ് വാങ്ങിയിട്ട് അതിൻ്റെ 5000-ൻ്റെ ക്യാമറയും വെച്ചിട്ട് ബസ്സിൽ സീറ്റ് കിട്ടാതെ അതിൻ്റെ പിന്നിൽ തൂങ്ങി ഒരുത്തം പോയി നിയമലംഘനം നോക്കിയാണ്. ഗാന്ധിജി നിയമലംഘനം നടത്തിയിട്ടുണ്ട്. ഉടനെ അവൻ്റെ ചിത്രം RTOയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരുത്തൻ ഇതാ പോകുന്നുണ്ടെന്ന്. ഇപ്പം അവനെ പോലീസ് പിടിക്കാൻ നടക്കുക. വാട്സാപ്പിലെല്ലാം അവൻ്റെ പിൻവശം കണ്ടല്ലോ, ആൾ മനസ്സിലായില്ല. അപ്പോൾ എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഈ വിദ്യാർത്ഥികളിൽ അറിഞ്ഞുകൂടായിരിക്കാം. എന്നാൽ ഞങ്ങൾക്കറിയാം, നിങ്ങളിൽ മുതിർന്നവർക്കും അറിയാം. ഒരു 25-30 കൊല്ലത്ത് കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾ മുഴുവൻ ബസ്സിൻ്റെ എണി തൂങ്ങിയാണ് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ഫുട്ബോൾ യാത്ര പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ബസ്സിൽ. ഫുട്ബോളിൽ 50 പേര് തൂങ്ങി. ബസ്സില്ലാത്ത കാലമാണ്. ബസ്സിനകത്ത് കയറാൻ പറ്റില്ല. കൺസെഷൻ ടിക്കറ്റ് വേണ്ടി യാത്ര ചെയ്തവർക്ക് അറിയാം. അപ്പോൾ ആ കാലത്തെ ഒരു വിവേകമല്ല ഈ കാലത്തേത്. ഈ കാലത്ത് ഇതൊരു മഹാകുറ്റമായിരിക്കാം. അപ്പോൾ ബഷീറിൻ്റെ കാലത്ത് ഇതൊക്കെ ഒരു നനുത്ത ഫലിതമായിരുന്നു. ഒരു ദേശത്തിൻ്റെ കഥയും ഒരു തെരുവിൻ്റെ കഥയും വായിച്ചാൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷേ വ്യത്യസ്തമായൊരു റീഡിംഗ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഡിസബിലിറ്റി സ്റ്റഡീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയും വായിക്കാം. ഇനി ഫെമിനിസ്റ്റ് സ്റ്റഡീസിൻ്റെ അടിസ്ഥാനത്തിൽ വായിച്ചാലോ? സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ മാത്രം വായിച്ചാൽ വേറൊരു തരം പാഠമായിരിക്കും ഒരു ടെക്സ്റ്റിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ലിറ്റററി തിയറി പണ്ടുണ്ട്, ഇന്ത്യയിലും ഉണ്ട്. ഈ ഇന്ത്യയിലും ഗ്രീസിലും ഒക്കെ ഇതൊക്കെ ഏതാണ്ട് ഒരേ സമയത്താണ് ഒരുമിച്ചുണ്ടായത്. നമ്മളിവിടെ രസം എന്ന പേരിലാണ് ആദ്യത്തെ സിദ്ധാന്തം തുടങ്ങി. രസം വച്ചതാരാണ്? ഭരതൻ അല്ലേ? ഭരതൻ എന്ന് പറഞ്ഞ ആൾ. നമ്മൾ പിന്നെ കൊള്ളാവുന്ന കാര്യമൊക്കെ ചെയ്യുന്ന ആളുകൾ മുനി എന്നേ വിളിക്കും. ഒരു സ്വാമിയായിരുന്നു എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഭരത മുനി എന്നേ നമ്മൾ പറയും. ഭരത മുനി ആയിരുന്നോ ചടമ്പി ആയിരുന്നോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഭരതൻ 8 രസങ്ങൾ എഴുതി. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇടപെട്ട് കളയും. എവിടെയും വീക്കെൻ പറയും പോലെ. അങ്ങനെ ഇപ്പോൾ 8 എണ്ണം കൊണ്ട് സൂക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ് 9 എണ്ണം നമ്മളും കൂടി എഴുതി ചേർത്ത്. നാട്ടുകാരോ ഭയങ്കര ഒരു സംഗതിയാണ് കേട്ടോ. ഇന്ത്യൻ നാടോടി മനസ്സിൻ്റെയോ ഇന്ത്യൻ, അതായത് ഒരു പൊതുസ്വത്തായ സിദ്ധാന്തമാണ്. അതിനെ ആഡ് ചെയ്യാനുള്ള കഴിവാണ്. ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളിലും പുരാണത്തിലൊക്കെ 8 ഭാര്യമാരേ ഉള്ളൂ. അതിലൊക്കെ രാധ എന്നൊരാളില്ല. ഉണ്ടോ? നമ്മൾ ഇന്ത്യക്കാർ വിട്ടില്ല. നമ്മുടെ നാടോടി മനസ്സ്, ആ കൃഷ്ണൻ നമ്മുടെ സ്വന്തമാണ്. ഇന്ത്യൻ ഹിന്ദുക്കളുടെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട, നമുക്കൊന്ന് പിണങ്ങാൻ പോലും സൗഹൃദമുള്ള ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ. ആരാണ്? ശ്രീകൃഷ്ണൻ. കൃഷ്ണനോടുള്ള ആരാധനയ്ക്ക് കാരണം അതെന്താ? എല്ലാം ഒന്ന് പിണങ്ങും. പോടാ അതിൻ്റെ പണി നോക്കി എന്നൊക്കെ ക്രൂരമ്മ പറയില്ലേ? കഴിക്കടാന്നൊക്കെ പറഞ്ഞ് വടിയൊക്കെ എടുത്തടിച്ചിട്ടില്ലേ കൃഷ്ണനെ? അങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല. സീരിയൽ വരെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിണക്കം കൊണ്ട് കൃഷ്ണനെ ഇന്ത്യൻ നാടോടി മനസ്സൊരു കാമുകിയെ സങ്കല്പിച്ചു. ആര്? രാധ. നമ്മൾ രുക്മിണിയും പപ്പിനിയും ഒന്നും കുറിച്ചൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. എഴുതിയത് മുഴുവൻ ആരാ? നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നത്
രാധയെയും കൃഷ്ണനെയും കുറിച്ച്. ഈ രാധ ഏത് രാജകുടുംബത്തിലേതാണ്? ആണോ? അല്ല. അപ്പം ഇന്ത്യൻ നാടോടി മനസ്സ് കൃഷ്ണകഥയിലേക്ക് ഒരു കഥാപാത്രത്തെ എഴുതി ചേർക്കണം. അതപ്പം ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസമോ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റോ വായിച്ച് ഹരം കയറിയ ഞാൻ ഒരു കഥാപാത്രത്തെ നാടകത്തിലേക്ക് പ്രവേശിപ്പിച്ച് എൻ്റെ വകയായിട്ട് കൂടി ഇരുന്നോട്ടെ എന്ന് ചെയ്യും പോലെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ രസസിദ്ധാന്തം 8 രസം എന്ന് ഭരതൻ ഉണ്ടാക്കിയത് പിന്നീട് നവരസങ്ങളായി. നിങ്ങൾക്ക് ആ രസങ്ങളുടെയൊക്കെ പേര് അറിയാം. ഒന്നും അറിഞ്ഞുകൂടെങ്കിലും അതിനകത്ത് നമുക്ക് കരുണവും ശൃംഗാരവും നമുക്ക് എപ്പോഴും അറിയാം. നമ്മൾ പറയുന്ന 2 കാര്യമാണ് കരുണവും ശൃംഗാരം. അവിടെ ശൃംഗരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആരെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്? ഭരതനെയാണ്, അല്ലേ? നമ്മൾ 2500 കൊല്ലം പഴക്കമുള്ള ഒരു ടേമാണ് ഉപയോഗിച്ചത്, നമ്മൾ ഓർക്കുന്നില്ല. എന്താണ്? അവൻ അവിടെ നിന്ന് ശൃംഗരിക്കുകയാണ്. കരുണ എന്ന് കുമാരനാശാൻ 1919 എഴുതുമ്പോൾ 2000 കൊല്ലം മുമ്പ് നിന്നാണ് ആ വാക്ക് വന്നത്. എവിടുന്നാ? കരുണ, അല്ലേ? കാരുണ്യം എന്ന് കരുണ, അതൊരു സ്ഥായി സഞ്ചാരി ഭാവം പിന്നീട് വലിയ രസമായി മാറുന്നു. ഇതേ കാലത്ത് തന്നെ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും അവരുടെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി. പ്ലേറ്റോ സിദ്ധാന്തം ഉണ്ടാക്കാനൊന്നുമല്ല, ചക്കിന് വച്ചത് കൊക്കിന് കൊണ്ടതാണ് ഈ പ്ലേറ്റോ ചെയ്തത്. പ്ലേറ്റോയ്ക്ക് സാഹിത്യകാരന്മാരെ മൊത്തം തെറി പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം സാഹിത്യം എഴുതുന്ന കൽപ്പനയായി ഇമാജിനേഷൻ മാത്രമായ സാഹിത്യം എഴുതുന്നതിനേക്കാൾ വലുത് ഫിലോസഫർമാരാണ് തെളിയിക്കണം. അതിനുണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ സാഹിത്യം മൊത്തം അനുകരണമാണ്. എവിടെയെങ്കിലും ഉള്ള സാധനത്തിനെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സാഹിത്യം ഒരു 2 കിടക്കല ആണെന്ന്. പിന്നീട് പാശ്ചാത്യ സാഹിത്യ ചിന്തയുടെ അടിസ്ഥാനം മുഴുവൻ തോന്നായി പോയി. അനുകരണമാണ് കല, അത് ജീവിതത്തെ ഇമിറ്റേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്, മിമേസിസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മുതൽ അരിസ്റ്റോട്ടിൽ മുതലേ ഇങ്ങനെ തുടങ്ങുന്നു. ഈ പ്ലേറ്റോ എന്ന് പറഞ്ഞ ആളും വലിയൊരു വിദഗ്ധനായിരുന്നു. പ്ലേറ്റോ സ്വന്തമായി ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. എല്ലാം അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. ആ പുസ്തകങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ് എന്നാണ്. പക്ഷെ അരിസ്റ്റോട്ടിൽ പറഞ്ഞതിന് ഒരു രേഖയില്ല. സത്യത്തിൽ ഇതെല്ലാം ആര് പറഞ്ഞത് തന്നെയാണ്. അരിസ്റ്റോട്ടിലിൻ്റെ പേരിൽ പ്ലേറ്റോ പറയുന്നു. അപ്പോൾ സത്യത്തിൽ എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന സംശയം, ഈ അരിസ്റ്റോട്ടിൽ അല്ല, ഈ പ്ലേറ്റോ എന്ന് പറയുന്നത്, സോക്രട്ടീസ് എന്ന് പറയുന്നത് ഈ പ്ലേറ്റോയുടെ ഒരു ഇൻവെൻഷൻ മാത്രമല്ലേ? ആയിരിക്കും, അല്ലേ? മെയ്ബി അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ അവിടുന്ന് തുടങ്ങുന്ന ഈ സാഹിത്യമീമാംസ, പോയറ്റിക്സ്, സാഹിത്യത്തെക്കുറിച്ചുള്ള ഈ പഠനം, സാഹിത്യത്തെ പഠിക്കാനുള്ള ഈ സമ്പ്രദായം ഇങ്ങനെ കുറേ കാലം റോമാക്കാർ, ഗ്രീക്ക് ഭരണമൊക്കെ അവസാനിച്ച് കുറേ കാലം റോമാക്കാർ ഭരിച്ചപ്പോൾ ഭയങ്കര ക്രിസ്തുമത വ്യാപനമാണ്. അപ്പോൾ ക്രിസ്തുമതം പറഞ്ഞ് ഈ സാഹിത്യമൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഈ ആവശ്യമില്ലാത്ത എന്തിനാണ് വായിക്കുന്നത്, എല്ലാം ബൈബിൾ വായിച്ചാൽ ഒരു പുസ്തകം മതി. അതുകൊണ്ട് സാഹിത്യ പഠനം ഒരു 3 നൂറ്റാണ്ടിലൊന്നും സംഭവിച്ചില്ല പാശ്ചാത്യ ലോകത്ത്. പിന്നെ 18-ാം നൂറ്റാണ്ടോടുകൂടി 19 ഇംഗ്ലീഷ് സാഹിത്യവും ജർമ്മൻ സാഹിത്യത്തിലും വലിയ ചലനങ്ങളുണ്ടായി. ജർമ്മൻ റൊമാൻറ്റിസിസം, ഇംഗ്ലീഷ് റൊമാൻറ്റിസിസം, വലിയ സാഹിത്യ ചിന്തയുണ്ടായി. മാത്യു ആർണോൾഡൊക്കെ നിങ്ങൾക്കറിയാം, കോളറിജിനെ നിങ്ങൾക്ക് അറിയാം. ഇതെല്ലാം കഴിഞ്ഞും ഈ സാഹിത്യ സിദ്ധാന്തം, നമ്മൾ ലിറ്റററി തിയറി എന്ന് പറയാറില്ല. ലിറ്ററേച്ചർ പഠിക്കുന്നവരല്ല എന്തോന്നാ പറയുന്നത്? തിയറി എന്ന് പറഞ്ഞാൽ സാഹിത്യ സിദ്ധാന്തമാണെന്ന പേരിൽ മാറിയത് 50കൾക്ക് ശേഷം, കൃത്യം പറഞ്ഞ 70-ന് ശേഷം. 80കളോടുകൂടി ഇത് വലിയ ഒരു മാർക്കറ്റായി. കാരണം സർവകലാശാലകളിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മുഴുവൻ സിദ്ധാന്തം പഠിപ്പിക്കൽ. ഇത് മുഴുവൻ തുടങ്ങുന്നത് ഫ്രഞ്ച് തിയറിയുടെ വരവോടുകൂടിയാണ്. അപ്പോൾ സാഹിത്യത്തെക്കുറിച്ചുള്ള മൗലികമായ ചോദ്യങ്ങൾ, അതുവരെയുള്ള സാഹിത്യ പഠനം എന്ന് വെച്ചാൽ, ഞങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു വരി ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചിരുന്നത് സ്കൂളിൽ. എന്തെങ്കിലും പച്ചയാമിരിപ്പെട്ട സഹിനം തലവെച്ച് സ്വചാപ്തി മണൽ തിട്ടാൻ പാദോപധാനം കൊണ്ട് ഇവിടെ കവി എന്താണ് കവി ഉദ്ദേശിച്ചത് എന്ത്? ഇന്നൊരു പരിഹാസവാക്യമാണ് പുതിയ പിള്ളേർ പറയുന്നത്. എന്താണ് കവി ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും, ഇല്ലേ? ആ പേരിലൊരു സിനിമ തന്നെ ഇറങ്ങി, ഒരു പരിഹാസവതായിട്ട്. ഞങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ച കവി ഉദ്ദേശിച്ചത്. എനിക്ക് അന്നേ വലിയ പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, അതിപ്പോൾ നമുക്കങ്ങനെ അങ്ങേര് പണ്ടേ ചത്തുമില്ലേ? വള്ളത്തോളൊക്കെ ഏതോ കാലത്ത്, ഞാൻ വെച്ച വള്ളത്തോളൊക്കെ 15-ാം നൂറ്റാണ്ടിലെന്നാണെന്ന് വിചാരിച്ചിരുന്നത്. ഈ മരിച്ചുപോയ അയാൾ എന്താ ഉദ്ദേശിച്ചത് നമുക്കറിയാൻ പറ്റുമോ? ഒരു മാർഗവുമില്ല. അപ്പോൾ അന്ന് സീരിയസ് ആയിട്ട് ഈ കവിയുടെ ഉദ്ദേശം കണ്ടുപിടിക്കലാണ് സാഹിത്യ നിരൂപകണത്തിൻ്റെ സൈദ്ധാന്തികരുടെ ലക്ഷ്യം. ദൈവത്തിനറിയാം അയാളൊന്നും ഉദ്ദേശിച്ചത്, നമ്മൾ വേറെ എന്തോ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ പരിപാടിയായിരുന്നുള്ള, പിന്നെ മാത്രമല്ല ഈ കവിയെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ എഴുത്തുകാരനെ കേന്ദ്രീകരിച്ചുള്ള പഠനം, ഇത് പതുക്കെ പുതിയ നിരൂപകർ എതിർക്കാൻ തുടങ്ങി. അവസാനം അമേരിക്കയിൽ ന്യൂ ക്രിട്ടിക്കുകൾ എന്നൊരു വലിയ അക്രമി സംഘം വന്നു, ഭയങ്കരന്മാരാണ്. അവർ പറഞ്ഞു, ഈ കവിത സാഹിത്യത്തിൻ്റെ ഭാഷയെന്ന് സാധാ ഭാഷയല്ല, അതൊരു വിശിഷ്ട ഭാഷയാണ്.
അത് സാധാരണ ഡിസ്കോഴ്സ് അല്ല, വ്യവഹാരമല്ല, അതിൽ നിന്ന് മാറ്റി തരണം. പിന്നെ ഈ കവിതയോ നോവലോ ഒക്കെ നമുക്ക് മനസ്സിലാണ്. അവർ മിക്കവാറും കവിതയാണ് പഠിച്ച് മനസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിവരം വേണം. ഈ കവിയെ എടുത്ത് കളയണം, അയാളുടെ വികാരങ്ങളെ എടുത്ത് കളയണം. അയാൾ ഏതെങ്കിലും ഒരു പ്രത്യേക ചരിത്ര സന്ദർഭത്തിൽ നിന്ന് പറഞ്ഞാൽ ചരിത്ര സന്ദർഭം നമുക്ക് ആവശ്യം. നമ്മൾ ഈ പുസ്തകം മാത്രം മതി, അതിലെ വാക്കുകൾ മാത്രമേ നമുക്കുള്ളൂ. വാക്കുകൾ എന്ന് പറഞ്ഞാൽ വെറും വാക്കല്ലല്ലോ, പത്രത്തിൽ എഴുതുന്ന വാക്കൊന്നും അല്ലല്ലോ. അല്ല, അതിലെ രൂപകങ്ങൾ, അലങ്കാരം, മെറ്റഫറിക്കൽ ഇമേജുകൾ, ഇതെല്ലാം എടുത്ത് പഠിച്ചാൽ, ഇതിലെ വാക്യഘടനകൾ അനലൈസ് ചെയ്ത് ഈ കവിതയുടെ യാഥാർത്ഥ്യത്തിൽ വെൽ റോട്ട് ആൻഡ് ഊതിക്കാച്ചിയ പൊന്നെന്ന് പറയുന്നത് പോലെ നമുക്ക് കവിത പഠിക്കാം. അങ്ങനെ ആയിരിക്കണം നിരൂപണം എന്ന് പറഞ്ഞാൽ. ന്യൂ ക്രിട്ടിക്കൽ പറഞ്ഞു വലിയ അക്രമമായി പോയില്ലേ അത്. വെള്ളപ്പൊക്കത്തിൽ എന്ന് പറഞ്ഞാൽ തകഴി ശിവശങ്കരപ്പിള്ളയുടെ കഥ അറിയണമെങ്കിലേ കേരളത്തിലെ വലിയ വെള്ളപ്പൊക്കങ്ങളുടെയും കുട്ടനാടിൻ്റെയും കഥ അറിഞ്ഞേ പറ്റൂ, അല്ലേ? കുട്ടനാടിനെ മനസ്സിലാക്കാത്ത, വെള്ളപ്പൊക്കങ്ങളുടെ ഈ ഡെൽറ്റയുടെ ചരിത്രം മനസ്സിലാക്കാതെ നിങ്ങൾക്ക് മലയാളത്തിലെ ഏറ്റവും മനോഹരമായ ചെറുകഥയെ മനസ്സിലാക്കാൻ പറ്റില്ല. 19-ാം നൂറ്റാണ്ടിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായി ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ഫാക്ടറി കൾച്ചറിനെ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഡിക്കിൻസിനെ മനസ്സിലാവുകയില്ല. അപ്പം ചരിത്ര സന്ദർഭം പ്രധാനമാണ് എന്നുള്ള വാദം ആളുകൾ ഉന്നയിച്ചു. ഇതോടുകൂടി സാഹിത്യത്തെക്കുറിച്ചുള്ള വലിയ ഈ ന്യൂ ക്രിറ്റിസിസത്തിനെതിരെയുള്ള പ്രതിഷേധമായി പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ വരാൻ തുടങ്ങി. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഈ സിദ്ധാന്തങ്ങളുടെ സമീപന രീതി ഞാൻ മാത്രം പറയാം. ഭാഷാശാസ്ത്രം ഇതിലേക്ക് പ്രവേശിച്ചു. ഇതിനു മുമ്പ് ആളുകളെല്ലാം സാഹിത്യം പഠിക്കുന്ന സാഹിത്യം മാത്രം വച്ച ലിറ്റററി തിയറിയുടെ പ്രത്യേകത, സാഹിത്യത്തെ പഠിക്കാൻ ആന്ത്രപ്പോളജി, സയൻസ്, സോഷ്യൽ സയൻസ്, ഉപാദാനങ്ങൾ, തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സാഹിത്യകൃതികളെ അത് വിശകലനം ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല, തിയറി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സയൻസിലുമുണ്ട് തിയറി, സാഹിത്യത്തിലുണ്ട്. സയൻസിലെ തിയറി എന്ന് പറഞ്ഞാൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ്. അതൊന്തെങ്കിലും പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സാഹിത്യത്തിലെ സിദ്ധാന്തം വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല, ഭാവനയുടെ അടിസ്ഥാനത്തിലാണ്. അവിടെ ആഭ്യൂഹികമാണ് കാര്യങ്ങൾ. അവിടെ ഒന്നും നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതേയില്ല. സയൻസിൽ ഒരുപാട് കാര്യം പ്രൂവ് ചെയ്യാനുണ്ട്, ഇന്ന് മുതൽ ഇന്നത്. പിന്നെ സയൻസിലെ തിയറി എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ഒരു തിയറിയെ റദ്ദാക്കും, ഒരു പുതിയ തിയറി വരും, ഇല്ലേ? അത് പഴയ സാധനം, ഇന്ന് മുതൽ ഇത് പഠിച്ചാൽ മതി എന്ന് പറയും. 5-6 ദിവസം കഴിയുമ്പോൾ ഇത് പോയിട്ട് പുതിയൊന്ന് കണ്ടുപിടിക്കും. സാഹിത്യത്തിൽ ഇങ്ങനെയല്ല. 100 കൊല്ലം മുമ്പ് മാത്യു ആർണോൾഡ് 200 കൊല്ലം മുമ്പ് എഴുതിയതും നമുക്ക് പഠിക്കാം. അതൊരു വാദം, അതൊരു വായന. ഇന്നലെ ടെറി ഗിൽട്ടർ എഴുതിയത് നമുക്ക് വായിക്കാം, അത് മറ്റൊരു വാദം. അതാണ് സാഹിത്യത്തിൽ നിങ്ങൾ അതിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവം മനസ്സിലാക്കുക. വ്യത്യസ്തങ്ങളായ വായനകളാണ്, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പോലെ. ഇവയിൽ ഒന്ന് ശരി ഒന്ന് തെറ്റെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഓരോ വാദം, ഓരോ സിദ്ധാന്തവും ഉപയോഗിക്കുന്ന ലോജിക്ക് കാണുമ്പോൾ പരിഭ്രമിച്ചു പോകുന്ന നമ്മൾ എന്തു ചെയ്യും? ഇതെല്ലാം ശരിയാണല്ലോ, അതും ശരിയാണ്, ഇതും ശരിയാണ് എന്ന് ഏതോ സിനിമയിലൊരു കഥാപാത്രം പറയും. ആകെ കൺഫ്യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ പരമ ബോറായി ഈ സിദ്ധാന്തം വായിക്കുന്നത്. ഭയങ്കര ബോറടിക്കും. കാരണം എന്താണെന്നറിയോ? ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്ത വൊക്കാബുലറിയാണ് ഇതിനകത്ത് മുഴുവൻ ഉപയോഗിക്കുന്ന ജാർഗൺസ്, സാങ്കേതിക പദങ്ങൾ. ഇത്രയും വലിയ ഈ ദരിദ്ര വായിക്കാൻ തുടങ്ങി അപ്പോഴേ എഴുതി തുടങ്ങും. ഡിസിമിനേഷൻ, അൺഡിസൈഡബിലിറ്റി. എന്ത് അൺഡിസൈഡബിലിറ്റി? ഒരു പിടിയില്ല, ഒന്നുമില്ല. ഇന്നും വലിയ കാര്യമൊന്നുമില്ല, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇത് മുഴുവൻ ഭാഷാശാസ്ത്രത്തിൻ്റെ സ്വാധീന ഘടനാവാദം എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്ന് നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഘടനാവാദം ഭാഷയെ വെറും ചിഹ്ന വ്യവസ്ഥ മാത്രമായി കണ്ടു. പണ്ടാണെങ്കിൽ കവി ഉദ്ദേശിച്ച പോലെ ഭാഷയിൽ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചു. ഇതൊന്നും ആ സൊസൂർ അറിഞ്ഞില്ല കേട്ടോ. ഫെർഡിനൻഡ് സൊസൂർ എന്ന് പറഞ്ഞാൽ 1915 മരിച്ചു ഒരു പാവമായിരുന്നു. ഞാൻ ഇങ്ങനൊരു മഹാഭാവം ചെയ്യുമ്പോൾ അദ്ദേഹം അറിഞ്ഞതേ ഇല്ല. അത് സംസ്കൃതമാണ് പഠിച്ചത്, ഇന്ത്യയിലൊന്നും വന്നിട്ടില്ല. പക്ഷെ അത് അന്നത്തെ ഇൻഡോളജിസ്റ്റുകളുടെ രീതി അനുസരിച്ച് സംസ്കൃതം പഠിച്ച് സംസ്കൃത ഭാഷയിലാണ് PhD എടുത്തതെന്നൊക്കെ അറിയാവോ? സൊസൂർ സംസ്കൃതമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ വിചാരിച്ചൊരു ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു എന്നല്ലേ? അടുത്ത 5-6 ഇംഗ്ലീഷ് സംസ്കൃത പുസ്തകങ്ങളാണ് വെച്ചിരുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലെ കുട്ടികളോട് പലപ്പോഴും അധ്യാപകർ വെളിപ്പെടുത്താത്ത ഒരു രഹസ്യമാണ്. എനിക്ക് ഓർമ്മ വരുന്നത് കണക്ക് സാറിനെയാണ്. പഠിപ്പിക്കാൻ നേരത്ത് ഇത് X ആണെന്ന് പറയും, ഇതിൻ്റെ വില എന്തൊരു A എന്ന് പറഞ്ഞാൽ പോരെന്നാണ് നമ്മുടെ സംശയം. ഇന്ന് വരെ ഒരു കണക്ക് സാർ എന്തിനാണ് അവിടെ X എന്ന അക്ഷരം എഴുതിയെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇതിൻ്റെ എന്തുകൊണ്ട് B ആവാത്തത്, K ആവാത്തെന്നുള്ള നിരന്തര സംശയത്തിലൂടെ നമ്മളിരിക്കുന്ന ആരോടും ഒരു കണക്ക് സാറ് എന്തുകൊണ്ട് ആ വാക്ക് അത് ഗ്രീക്ക് കൾച്ചറിൽ നിന്ന് വരുന്നുവെന്നും അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നും ഈ തിയറിയൊക്കെ ഉണ്ടാക്കിയത് ഗ്രീക്കുകാരായതുകൊണ്ട് അവരുടെ ഒരു അക്ഷരം എടുത്തതാണെന്നും നമ്മൾ ഇന്ത്യക്കാരാണ് ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ സംസ്കൃതത്തിലെ കായോ പൂവോ വല്ലതും എടുക്കുമായിരുന്നു എന്നൊക്കെ ഒന്ന് പറയണ്ടേ? കണക്ക് സാർ അത് പറയില്ല. കാരണം എല്ലാ കണക്ക് സാറിൻ്റെയും ആർക്കിടൈപ്പ് ആരാകുന്നു? ചാക്കോ മാഷ്.
ഇതുപോലും നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ലിറ്ററേച്ചർ ചാക്ക് ടൈപ്പുകളെ പഠിക്കുമ്പോൾ എപ്പോഴും ചാക്കോ മാഷിനെ നമ്മൾ മറക്കരുത്, ഇല്ലേ? ചാക്കോ മാഷിനെ അറിഞ്ഞൂടാ? മാത്തമാറ്റിക്സാണ് ലോകത്തിൻ്റെ ബന്ധനം. നിങ്ങൾ ഭാവിയുള്ളവരാണ് കേട്ടോ, ആരെങ്കിലും ഇങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭാഷയിൽ ഇങ്ങനെ സ്ഥിരമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഭാഷയിൽ ഒരു വാക്കൊരു ചിഹ്നമാണ്. അതായത് ഒരു 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 വാക്കെന്ന് ഒരു വേർഡ്, അതായത് സിഗ്നിഫയർ എന്ന് വിളിക്കുക, സൂചകം എന്ന് വിളിക്കുക. വേർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിഗ്നിഫയർ, അടുത്ത് സിഗ്നിഫൈഡ്, അതിൻ്റെ ഒരു കോൺസെപ്റ്റാണ്, സങ്കല്പം. ഒരു അതുണ്ട് പറവ. പറവ എന്ന് പറയുന്നത് എന്താ? ഒരു സിഗ്നിഫയർ, ഒരു സൂചകം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വേർഡ് മാത്രമാണ്. അതിൻ്റെ സിഗ്നിഫൈഡ് എന്താ? ഇങ്ങനെ ചിറകുള്ളതും പറക്കുന്നതുമായ ഒരു സാധനം. പിന്നെ എന്നെ റെഫറൻ്റ് ഉണ്ട്. റോഡെ ആകാശത്തൂടെ പറന്നു പോകുന്ന ആ പക്ഷി, അതാണ് റെഫറൻറ്റ്. അത് തിങ് ആണ്, അത് വസ്തുവാണ്. അപ്പോൾ ഏത് വാക്കും ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്നതാണ്. എന്താണ്? ഒരു സൂചകം, ഒരു സൂചിതം, ഒരു പരാമർശിതം, അല്ലെങ്കിൽ ഒരു സിഗ്നിഫയർ, സിഗ്നിഫൈഡ് ആൻഡ് റെഫറൻറ്റ്. ഇങ്ങനെ ഘടനാവാദികൾ പറഞ്ഞു. അപ്പോൾ വാക്കുകളെല്ലാം അവസാനം നമ്മൾ എവിടെ കൊണ്ട് എത്തിക്കും? റെഫറൻറ്റിൽ കൊണ്ട് എത്തിക്കും. ശരിയാ അല്ലേ? ശരിയാണ്. എന്ന് എഴുതി നമ്മൾ അവസാനം ആനയിൽ എത്തിച്ചേരുമല്ലോ. അപ്പോൾ സത്യത്തിൽ ആനയിൽ എത്തിച്ചേരാൻ പറ്റുമോ? ആന അമ്പലത്തെ പറമ്പിലല്ലേ നിൽക്കുന്നത്, പുളിയുടെ മുട്ടിലാണ് നിൽക്കുന്നത്. ആന എടുത്ത് കടലാസിൽ വയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ എന്തോന്നേ ഉള്ളൂ? ഒരു സിഗ്നിഫയർ മാത്രമേ ഉള്ളൂ, ഒരു സൂചകം മാത്രമാണ്. യാഥാർത്ഥ്യം, തിങ് ഇറ്റ് സെൽഫ് ഈസ് അവിടെയാണ്, അല്ലേ? അപ്പം അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ആ ഘടനാവാദികൾ, സ്ട്രക്ചറലിസ്റ്റുകളുടെ ഈ സിദ്ധാന്തമല്ല. പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ ആളുകൾ പറഞ്ഞു ഭാഷയിലൊന്നും അങ്ങനെ നിശ്ചയിക്കാൻ പറ്റില്ല. ഭാഷയിൽ ഇപ്പം നിങ്ങൾ ആനയുടെ അർത്ഥം നോക്കി ഡിക്ഷണറിയിൽ, അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഗജം. നമുക്ക് ആനയുടെ അർത്ഥം അറിഞ്ഞുകൂടാ നമ്മൾ നോക്കിയത്. അപ്പോൾ അതിലെഴുതിയിരിക്കുന്നത് ഗജം. ഉടനെ നമ്മൾ ഗജം നോക്കുന്നു, വാരണം എന്ന് എഴുതിയിരിക്കുക അവിടെ. ഉദാഹരണം അതിലാവും കുഴഞ്ഞില്ലേ? അപ്പം ആന നോക്കി ഗജത്തിലെത്തി, ഗജം നോക്കി വാരണത്തിലെത്തി, പിന്നെ ഐരാവതത്തിലെത്തി. ഇത് ഒരിക്കലും ഒരിടത്തുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഭാഷയിൽ ഒരർത്ഥവും സ്ഥിരം അല്ല. സൂചകങ്ങളിൽ നിന്ന്, അതായത് സിഗ്നിഫയറിലേക്കുള്ള ഒരു അനന്തമായ യാത്രയാണ്. ഒന്നും ഡിസൈഡ് ചെയ്യാൻ വയ്യ. അൺഡിസൈഡബിലിറ്റി, അല്ലേ? അനിശ്ചിതത്വമാണ്. ഒന്നും നിശ്ചയിക്കാൻ പറ്റാത്ത ഈ സ്ലൈഡിങ് സ്വഭാവം, തെന്നി പോകുന്ന ഈ അവസ്ഥയാണ് ഈ ഭാഷയുടെ സ്വഭാവം എന്നുള്ളൊരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ എന്ന് പറയുന്ന സിദ്ധാന്തവാദികൾ എല്ലാ കൃതികളെയും വായിക്കാനും വ്യാഖ്യാനിക്കാനും തുടങ്ങി. അത് പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞൊരു ബ്രോഡ് കാറ്റഗറിയാണ്. ആ ബ്രോഡ് കാറ്റഗറിയിലെ ഒരു ശാഖയാണ് നമുക്ക് ഏറ്റവും പ്രശസ്തമായ ഡീകൺസ്ട്രക്ഷൻ ഒരു വലിയ പ്രത്യേകത. ഈ സാഹിത്യ സിദ്ധാന്തമൊക്കെ യൂണിവേഴ്സിറ്റിയിലുള്ള നിങ്ങളെ പോലുള്ള പ്രൊഫസർമാർക്കൊക്കെ മനസ്സിലാവുന്ന വൈപ്പ്. പക്ഷെ ഡീകൺസ്ട്രക്ഷൻ അങ്ങനെയല്ല, അതൊരു പോപ്പുലർ ഇമേജറിയുടെ ഭാഗമാണ്. ഇതെന്താണ്? ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് അറിഞ്ഞുകൂടാത്തവനെ എന്തോന്ന് എഴുതും? ഡീകൺസ്ട്രക്ഷൻ. പത്രങ്ങളുടെ ഹെഡിങ്ങിലൊക്കെ ഉണ്ട് ഡീകൺസ്ട്രക്ഷൻ. അവസാനം ഈ ദരിദ്ര എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ഫിലോസഫർ, അദ്ദേഹം ഒരു പ്രാവശ്യം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ചിന്തയ്ക്ക് തീപിടിപ്പിക്കുന്ന ഒരാളായി ദരിദ്ര. യഥാർത്ഥത്തിൽ തീപിടിപ്പിച്ച ഈ മനുഷ്യൻ കൽക്കട്ട ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ പങ്കെടുക്കുന്ന ബുക്ക് ഫെയർ ആയിട്ട് 3 കോടിയും കണ്ടാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യയിൽ ഇഷ്ടംപോലെ ജനമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഫെയർ ഉദ്ഘാടനം ചെയ്തത് 95-ലാണ് മറ്റാണ്. പുള്ളി തിരിച്ചു പോയി. പിറ്റേ ദിവസം തീ പിടിച്ച് നച്ചുപോയി. എൻ്റെ ബുക്ക് ഫെയർ മുഴുവൻ വലിയ ദരിദ്ര ഭയങ്കര അപകടം എന്ന് എനിക്ക് അന്നേ മനസ്സിലായിട്ട്. ചിന്തയ്ക്ക് തീപിടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ആ തീപിടുത്തം ഉണ്ടായതാണ്. അപ്പോൾ ദരിദ്ര ദുഷ്കരത്വം കൊണ്ട്, വായിച്ചാൽ മനസ്സിലാകായ്മ കൊണ്ട്, പിന്നെ അനേകം വ്യാഖ്യാതാക്കളുടെ ഇടപെടൽ കൊണ്ട് പൊതുവെ ആൾക്കൊന്നും മനസ്സിലാകാതെ പോകുന്ന ഒരു സൈദ്ധാന്തികൻ ആണ്. ഏത് വ്യാഖ്യാതാവും ഇടപെട്ട് വീക്കെൻഡ് പറഞ്ഞാൽ ഇടപെട്ടളയെന്ന് പറഞ്ഞ് ഇടപെട്ട് അതിനെ നാശമാക്കി ആകെ കൺഫ്യൂഷനുണ്ട്. എങ്കിലും വളരെ മൗലികമായ അസാധാരണമായ ചിന്തകളുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ ഡീകൺസ്ട്രക്റ്റീവ്, അദ്ദേഹം ഫിലോസഫർ മാത്രമാണ്, ലിറ്റററി ക്രിട്ടിക് അല്ല. അദ്ദേഹത്തിൻ്റെ തത്വത്തിനെ, അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ ഐഡിയകളെ എടുത്ത് അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് എല്ലാം കൂടി, ആരൽ ബ്ലൂം, ജോഫ്രെ ഹാർട്ട്മൻ തുടങ്ങിയ എലിസ് മില്ലർ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ വത്സല ശിഷ്മ, പാൾ ഡീമൻ തുടങ്ങിയ ആളുകളെല്ലാവരും കൂടി ചേർന്ന് ലിറ്റററി ക്രിട്ടിക്കൽ പദ്ധതിയാക്കി വികസിപ്പിച്ച് എല്ലാം വിപരീതമായി റിവേഴ്സ് ചെയ്ത് കളയും. നമ്മൾ പാടുപെട്ടൊരു കഥ എഴുതി ഡീകൺസ്ട്രക്റ്റുകളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ കഥ ഉമ്മൽ തകർത്ത് തരിപ്പണമാക്കി വിപരീതമായൊരർത്ഥം വായിക്കും. പക്ഷെ അത് അന്തിമമായൊരർത്ഥമൊന്നുമല്ല. ഇത് സാഹിത്യ സിദ്ധാന്തത്തിലെ പരമ്പരാഗതമായ രീതികളാണ്, ഇതൊന്നുമല്ല. ഇനിയും എത്രയെങ്കിലും രീതികളുണ്ട്. ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം,
ഒരു പക്ഷേ നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ സാഹിത്യ പഠനം, കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ സാഹിത്യ പഠനത്തെ റെവല്യൂഷണൈസ് ചെയ്തു എന്ന് പറയാവുന്നത് ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസമാണ്. അതിനകത്ത് പേര് മറന്നുപോയി, ദ റെസിസ്റ്റിംഗ് റീഡർ എന്ന് പറഞ്ഞ ഒരു പുസ്തകം, 10-20 കൊല്ലമായിരുന്നു. ആ റെസിസ്റ്റിംഗ് റീഡർ എഴുതിയ, അവരുടെ പേര് മറന്നുപോയി, ക്ഷമിക്കണം. അവർ പറഞ്ഞൊരു കാര്യം, ഈ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കഥകളും നോവലുകളും മുഴുവൻ പുരുഷന്മാരാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അവർ പുരുഷന്മാരുടെ കാഴ്ചപ്പാടിൽ സ്ത്രീയെക്കുറിച്ച് എഴുതുക. അപ്പോൾ ഇതാണോ സ്ത്രീയുടെ അനുഭവ ലോകം? ഇതാണോ സ്ത്രീക്ക് പറയാനുള്ളത്? ഇതാണോ സ്ത്രീ അനുഭവിക്കുന്നത്? ഇതാണോ സ്ത്രീയുടെ ഭാഷ? ഇതാണോ സ്ത്രീയുടെ ലോകസങ്കല്പം? ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഈ മെയിൽ ഓറിയൻറ്റഡ് ലിറ്ററേച്ചറിനെ മെയിൽ ഓറിയൻറ്റഡ് റീഡേഴ്സാണ് ഇത് വായിക്കുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് അത് ഇങ്ങനെ വായിക്കാൻ സാധ്യത. അതുകൊണ്ട് നമ്മൾ റെസിസ്റ്റിംഗ് റീഡേഴ്സാണ്, ചെറുത്തു നിൽക്കുന്ന വായനക്കാരികളാണ് നാം എന്ന് പറഞ്ഞാൽ വലിയ സ്ട്രോങ് ആയൊരു പ്രസ്താവനയാണ്. അങ്ങനെ സ്ത്രീയുടെ ഒരു വലിയ ചെറുത്തു നിൽപ്പ് ലിറ്ററേച്ചറിൽ സംഭവിക്കുകയാണ്, ഫെമിനിസ്റ്റ് റീഡിങ്ങുകളിൽ സംഭവിച്ചത്. അത് സ്ത്രീ പുരുഷ വിവേചനം മാത്രമല്ല അതിൻ്റെ പരിഗണന. ഈ സിദ്ധാന്തങ്ങളെല്ലാം കൂടിക്കല്ലാണ്. ഇത് മാത്രമല്ല, നമ്മളെല്ലാം പറയുന്നത് നമ്മുടെ ലൈംഗിക സ്വത്വങ്ങൾ പണ്ട് മുതലേ ബൈനറികളിലാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? ആണും പെണ്ണുമായിട്ടാണ്. എന്നാൽ നമുക്ക് അതല്ലാത്തൊരു സ്വത്വമുണ്ട്. ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്വഭാവം കാണിക്കുന്ന സ്വഭാവം നാം കാണിക്കാറുണ്ട് ആളുകൾ. അതിന് നപുംസകം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കിയിരുന്നു. മലയാളത്തിൽ ഒരു അധമമായ സിനിമ പോലും ഉണ്ട്, ചാന്തുപുട്ട് എന്ന പേരിൽ, അല്ലേ? അപ്പോൾ അതൊക്കെ കണ്ട ആളുകൾ ചിരിച്ചു. നമ്മളിപ്പോൾ അത് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഒളിച്ചു വയ്ക്കുകയാണ് അത്തരം ലൈംഗിക വ്യക്തിത്വം. ഇപ്പോൾ അതൊന്നും ആരും ഒളിച്ചു വയ്ക്കുന്നില്ല. സർക്കാർ തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്നു. അത് ആണും പെണ്ണിനും പുറത്തുള്ള പെണ്ണാണാവാനോ ആണിന് പെണ്ണിൻ്റെ വ്യക്തിത്വമൊക്കെ കാണി. ഇതൊന്നും അല്ലാതെ രണ്ടിനോടും ഒരുപോലെ ലൈംഗിക താല്പര്യമുള്ള ആളുകൾ ഉണ്ടായിക്കൂടെ? ബൈസെക്ഷൽസ് ഉണ്ടാവാം. ഇതൊന്നുമല്ല, മനുഷ്യനിലേ താല്പര്യമില്ലാത്ത, മനുഷ്യനോട് ലൈംഗികതയെ താല്പര്യമില്ലാത്ത അസെക്ഷൽസ് ഉണ്ടായിക്കൂടെ? ലെസ്ബിയൻസ്, ഹോമോസെക്ഷൽസ്, ഇങ്ങനെ എത്രയെങ്കിലും ലൈംഗിക സ്വത്വങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ആണും പെണ്ണും എന്നൊരു കാറ്റഗറി നിർത്താൻ പറ്റില്ല. നമ്മുടെ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് തേർഡ് ജെൻഡറിന് ഒരു പ്രത്യേക കോളമുണ്ട്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിലല്ല ട്രാൻസ്ജെൻഡർ എന്ന്, ഭിന്നലൈംഗികർ എന്ന് മലയാളത്തിൽ പറയാം. പക്ഷേ അവരുടെ സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്നത് ട്രാൻസ്ജെൻഡർ എന്ന് ഞങ്ങളെ പറഞ്ഞാൽ മതി എന്നാണ്. അതിൻ്റെ ഒരു ആദിരൂപം മഹാഭാരതത്തിലുണ്ട്. ആരാണ്? ശിഖണ്ഡി എന്ന് പറഞ്ഞ കഥാപാത്രം. മാത്രമല്ല അർജുനനും ഒരിക്കൽ ട്രാൻസ്ജെൻഡറായി മാറുന്നുണ്ട് ശാപം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അർജുനനെയാണ് നമ്മുടെ മദ്രാസിലെ കൂവം ഫെസ്റ്റിവൽ, ട്രാൻസ്ജെൻഡേഴ്സ് ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് കൂവം ഫെസ്റ്റിവൽ. അർജുനൻ്റെ മരണത്തിൽ ഖേദിക്കുകയാണ് അവിടുത്തെ വേഷം കെട്ടി വരുന്ന, സ്ത്രീ വേഷം കെട്ടി വരുന്ന പുരുഷൻ. അവരുടെ കാമുകനാണ് അർജുനൻ. അർജുനൻ്റെ ശവം ധരിപ്പിക്കുന്ന ചടങ്ങുകളൊക്കെ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം ഐഡൻറ്റിറ്റികളെ, നമ്മുടെ സെക്ഷൽ ഐഡൻറ്റിറ്റികളെ കുറിച്ചുള്ള പഠനങ്ങളെ എല്ലാം ചേർത്ത് ക്വീർ പഠനങ്ങൾ നടത്തുന്നു. ഇത് പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങൾ. എങ്ങനെയാണ് കൊളോണിയലിസം നമ്മുടെ യൂറോപ്യൻ സാമ്രാജ്യത്വം, മറ്റെല്ലാ സാമ്രാജ്യത്വങ്ങളും നമ്മെ ബാധിച്ചത്, നമ്മുടെ സാഹിത്യ ജീവിതത്തെ, നമ്മുടെ ചിന്തയെ, അതിനൊക്കെ പല ബ്രാഞ്ചുകൾ. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം 1835 മക്കളെ മിനിറ്റ്സ് എന്ന് പറയുന്ന ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ആക്ട് ആണല്ലോ നമ്മളെല്ലാം മാറ്റിമറിച്ച് ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നു. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ. ഇത് വെറും സാഹിത്യം മാത്രമല്ല, ഇങ്ങനെ എത്രയെങ്കിലും ശാഖകളിലേക്ക് സാഹിത്യ സിദ്ധാന്തം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങൾക്കൊരു സാഹിത്യകൃതി നിഷ്കളങ്കമായി ഇനി വായിക്കുക സാധ്യമല്ല. സൈദ്ധാന്തികമായ പല ഉപാദാനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നമുക്ക് സാമാന്യനെന്നും പറഞ്ഞു തീർക്കാനാവാത്ത വിധം ഒരു 2-4 മണിക്കൂർ 2 മണിക്കൂർ വീതമുള്ള 10-50 ലെക്ചർ നടത്തിയാൽ പോലും ഈ പരമമായ സാഗരത്തിൽ നിന്ന് ഒന്നും വിശദീകരിക്കുക അത്ര എളുപ്പമല്ല. ഇതിനെക്കുറിച്ചുള്ള സിമ്പിളായി എഴുതിയ പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷിലുണ്ട്. എന്നാലും സിംപ്ലിസിറ്റി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വളരെ സങ്കീർണമായി മാറുകയാണ് പതിവ്. ഇത് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ആകെ സിംപ്ലി ബോറിങ് എന്ന് പറയാവുന്ന അവസ്ഥയാണ്. എങ്കിലും മാത്തമാറ്റിക്കൽ ലോജിക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വ്യാകരണത്തോട് ഇഷ്ടമുള്ളവർക്കൊക്കെ ചിലർക്കത് വളരെ ഓരോ നിമിഷവും നിരന്തരം സാഹിത്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിയറി സാഹിത്യം ഉള്ളതുകൊണ്ടാണല്ലോ തിയറിയൊക്കെ ഉണ്ടായതല്ലേ? കാമസൂത്രം ഉണ്ടായതുകൊണ്ടല്ലല്ലോ നമ്മൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ആണും പെണ്ണും ഉണ്ടായതുകൊണ്ടാണ് കാമസൂത്രം ഉണ്ടായത്. അല്ല തിയറി ഉണ്ടായതുകൊണ്ട് ആരും നോവലൊന്നും എഴുതിയില്ല. എന്നാൽ ഇപ്പം ഇംഗ്ലീഷിലൊക്കെ തിയറി വായിച്ച് ആവേശം കയറി തിയറിയെ തന്നെ നോവലാക്കുന്ന ഒരുപാട് നോവലുകൾ പബ്ലിഷ് ചെയ്യുന്നു. ഹാലൂസിനേറ്റിംഗ് ഫോക്കോ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ നോവൽ തന്നെ ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി സെമിനാറുകളെ കുറിച്ചുള്ള നോവൽ, ഡേവിഡ് ലോജിൻ്റെ നോവലുകൾ മുഴുവൻ യൂണിവേഴ്സിറ്റി സെമിനാറുകളാണ്. അടുത്ത കാലത്ത് ഒരു നോവൽ ഡെത്ത് ഓഫ് ദ ഓതർ, ഗ്രന്ഥകാരൻ്റെ മരണം പ്രഖ്യാപിച്ച 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച സാഹിത്യ വിമർശകരിൽ ഒരാൾ എന്ന് പറയുന്ന റൊളാൻ ബാർത്തിൻ്റെ മരണത്തെ കേന്ദ്രമാക്കി ഒരു നോവൽ ഫ്രഞ്ചിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ ലോറൻ ബിനെ
എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് എഴുതിയത്. ദ സെവൻത് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ലിറ്റററി തിയറി പഠിപ്പിക്കുന്നവർ നിർബന്ധമായും ആ നോവൽ വായിച്ചിരിക്കണം. ബിക്കോസ് ഇറ്റ് ഇസ് എ ക്രൈം നോവൽ. കാരണം റൊളാൻ ബാർത്ത് എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയത് അലക്ക് കമ്പനിയുടെ വണ്ടി ഇടിച്ചാണ്. അതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബാർത്ത് ഒരു ലഞ്ച് കഴിച്ചിട്ട് പോയത്. ലഞ്ച് ചെറിയ ആളിനോടൊന്നുമല്ല. ഫ്രാൻസിൽ പ്രസിഡന്റ് ഇലക്ഷൻ മത്സരിക്കുന്ന മിത്രാങ് എന്ന് പറഞ്ഞ വലിയ പൊളിറ്റീഷ്യൻ ഉച്ചയ്ക്ക് ബാർത്തിനെ ലഞ്ചിന് വിളിച്ചു. മനസ്സിലാക്കണേ, വലിയ എഴുത്തുകാരെ സാഹിത്യദൂരൊക്കെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ആവാൻ പോകണമെങ്കിൽ ലഞ്ചിന് വിളിക്കും. ഇവിടെ ആണെങ്കിലോ പല രക്ഷയാണ്. സാറേ ഒരു ട്രാൻസ്ഫർ വരണമെന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി കാല് പിടിക്കേണ്ടി വരും. അപ്പോൾ ബാർത്ത ലഞ്ച് കഴിഞ്ഞു അവിടുന്ന് ഇങ്ങനെ നടന്നു പോയിരുന്നു. ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. നടന്നു പോയപ്പോൾ ഒരു അലക്ക് കമ്പനി വണ്ടി വന്ന് ഇടിച്ച് ആശുപത്രി കിടന്നു. ഈ ഫൂക്കോയാ തിരിച്ചറിയാൻ പോയത്. ഏതോ ഒരു അജ്ഞാതൻ വണ്ടി ഇടിച്ച് കിടക്കുന്നു. ഫ്രാൻസിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളുടെ മനസ്സിലായത്. ഐഡന്റി കടന്നു. അപ്പോൾ ഫൂക്കോ ഏതൊരു യൂണിവേഴ്സിറ്റി കാർഡ് കണ്ടെന്ന് പോലീസ് പറഞ്ഞു. അപ്പോൾ ഫൂക്കോ പോയി ഞാൻ ഇതപ്പോളെ വാർത്താന്ന് പറഞ്ഞു. ശരി തന്നെ എന്ന് പറഞ്ഞു. അപ്പം വെറുതെയൊക്കെ പോയി ആശുപത്രിയിൽ ആപ്പിളൊക്കെ വാങ്ങിച്ച് 50 ശേരം പ്ലാസ്റ്റിക് കവറിൽ ആപ്പിളുമായിട്ട് നമ്മൾ പോവില്ലേ? പോവില്ല. ആ പ്ലാസ്റ്റിക് കവർ എവിടെയും ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കും. അപ്പോൾ അത് പോയി. ഈ മരണത്തെ ഒരു കോൺസ്പിറസി തിയറി ആയിട്ട് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത്? ഇതിന് പിന്നെ ഉള്ള ഭയങ്കര ലിറ്റററി തിയറിയിലെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ഈ നോവലിലുണ്ട് കഥാപാത്രങ്ങളായിട്ട്. അവസാനം വെറുതെ പട്ടി കടിച്ചു കൊല്ലും. അതാണ് ഈ നോവലിൻ്റെ ഒരു പ്രധാന രംഗം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വല്ലത് എഴുതിയാൽ പോലീസ് എപ്പോൾ കേസെടുക്കും എന്ന് നോക്കിയാൽ മതി. യൂറോപ്പിലെ ജനാധിപത്യ ബോധം വളരെ ഉന്നതമായതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രസംഗത്തിൽ മാത്രമല്ല പ്രയോഗത്തിനുള്ളത് കൊണ്ട് അവിടെ ആരും കേസെടുക്കാനൊന്നും വന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ബൈബിളിനെയൊക്കെ തൊട്ട് അവിടെയും കേസെടുക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ലിറ്റററി തിയറി സാഹിത്യത്തെ സ്വാധീനിക്കും. ഇതറിയണമെങ്കിൽ മലയാളത്തിലെ ഒരു നോവൽ മാത്രം ഞാൻ 1-2 നോവലുകൾ ഞാൻ പറയാം. ഈ ആനന്ദിൻ്റെ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്നൊരു നോവലുണ്ട്. ലിറ്റററി തിയറികൾ സ്വാധീനിക്കപ്പെട്ടതാണ്. കാരണം ഒരു കൃതിയും ഒരു ഇടതൂർന്ന ഖരവസ്തുവല്ല. എഴുത്തുകാരൻ നിർത്തി വെച്ച ഒരു കൃതിയും അവസാനിക്കുന്നുമില്ല. അത് വായനക്കാരെ ഏറ്റെടുക്കുന്ന അനേകം വായനകളിലൂടെ തുടർന്നു പോകുമെന്ന് ആനന്ദ് എഴുതിയ നോവൽ അവസാനിപ്പിക്കുന്നു. ലിറ്റററി തിയറി എങ്ങനെ നോവലിസ്റ്റുകളെ സ്വാധീനിച്ചു. സാഹിത്യ നിരൂപകൻ നോവലിസ്റ്റിൻ്റെ മുകളിൽ വരിക. നമ്മുടെ സേതുവിൻ്റെ ഒരു നോവലുണ്ട് വിളയാട്ടം. 81-ലാണ് ഈ നോവൽ എഴുതുന്നത്. അന്ന് കലാകൗമുദിയിൽ ഒരു ഡിറ്റക്റ്റീവ് നോവലാണ്. സേതു ഡിറ്റക്റ്റീവ് നോവൽ എഴുതുന്ന ആളല്ല. ഡിറ്റക്റ്റീവ് നോവലിനെ മുഴുവൻ പരിഹസിച്ചുകൊണ്ടാണ് എഴുതിയത്. അതായത് കാളികാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ദേവി വിഗ്രഹം മോഷ്ടിച്ചു പോയി. അപ്പോൾ ഈ വാർത്ത പത്രത്തിൽ വായിച്ച് തുഷാർ കാന്തി ഘോഷ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കൽക്കട്ടയിലാണ് തുഷാർ കാന്തി ഘോഷ് ഇരിക്കുന്നത്. കാരണം പഴയ കാലത്തെ മലയാളത്തിലെ ഡിറ്റക്റ്റീവ് നോവലുകളെല്ലാം ഡിറ്റക്റ്റീവ് എവിടുന്നാണ് വരുന്നത്? ബംഗാളിയായിരിക്കും. നമുക്ക് ഈ ബംഗാളികളോടുള്ള ചെറിയ ഒരു ഭ്രമമുണ്ടല്ലോ. ഇപ്പം അത് തീരെ ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ ബംഗാളി നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, പെമ്മക്കൊക്കെല്ലാം അപർണ എന്നൊക്കെ പേരിടുക അല്ലേ? കേരളത്തിൽ 2 ലക്ഷം അപർണയുണ്ട്. എല്ലാം എവിടെ നിന്നാണ് വന്നേ? ബംഗാളിൽ നിന്ന് ട്രാൻസ്ലേഷൻ വഴി വന്ന അപർണകളാണ് ഇത് മൊത്തം. മലയാളത്തിൽ അപർണ ഇല്ല. ഉണ്ടോ? ഇവിടെ സ്ഥിരം ലക്ഷ്മി പാർവതി ഭാഗീരഥിയൊക്കെ ഉള്ളൂ. എല്ലാ ക്ലാസ്സിലും 2 വെച്ച് ഓൾ ടൈം ഹിറ്റ് ലേഡീസ് നെയിംസ് ആണ്. ഈ അന്വേഷണത്തിൽ വരും. ഷെർലക് ഹോംസിന്റെ മോഡല്ല. അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കിങ്കരനായ ഇദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ എഴുതുന്ന ഒരാൾ കൂടെ വരും. താരാശങ്കർ ബാനർജി നായകൻ്റെ പേര്. ബംഗാളിയിലെ ഏറ്റവും പ്രശസ്തനായ നോവലിസ്റ്റാണ്. ഗണദേവത എഴുതിയ നോവലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം വരുന്നു. അങ്ങനെ കേസ് തെളിയിക്കാൻ ഭയങ്കര അന്വേഷണങ്ങളൊക്കെ നടക്കുന്നു. അവസാനം ഇതിലെ പ്രതിയാണെന്ന് സംശയിക്കുന്ന ഒരു ഉണ്ണിയമ്പൂരിയ അവിടെ ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്തുനിന്ന് ആത്മാവിലെ രോമാഞ്ചം എന്നൊരു പൈങ്കിളി നോവൽ കിട്ടും. അതിൽ ഇത്രാമത്തെ പേജ് അതിൽ സെൻറ്റ് പൂശിയിരിക്കുക. ഒരു കാമുകിക്ക് സമ്മാനിച്ചതാണ് ഈ ആത്മാവിലെ രോമാഞ്ചം എന്ന് ഡിറ്റക്റ്റീവിന് മനസ്സിലായി. ഡിറ്റക്റ്റീവ് ഇത് പിടിച്ചെടുക്കും ഒരു 20 മുതലായിട്ട്. അവസാനം വായനശാല സെക്രട്ടറി കരുണ മാഷ് വന്ന് കരഞ്ഞു പറയും, വളരെയധികം വായനക്കാർ കാത്തിരിക്കുന്ന പുസ്തകങ്ങൾ തിരിച്ചു തരണമെന്ന് പറയും. അപ്പോൾ ഡിറ്റക്റ്റീവ് പറഞ്ഞു 20 കൊടുക്കാൻ പറ്റില്ല എന്ന് മറ്റേ തുഷാർ കാന്തി ഘോഷ് പറഞ്ഞു. അവസാനം കരുണ മാഷ് ആത്മഹത്യ ചെയ്ത് ഈ പുസ്തകം കിട്ടാൻ ആത്മാവിലെ രോമാഞ്ചം കിട്ടാത്തത് കൊണ്ടോ അങ്ങനെ വൻ സംഭവങ്ങളുണ്ടാകും. അവസാനം ഈ കേസ് തെളിയിക്കാൻ പറ്റാതെ പരാജയപ്പെട്ട് ഡിറ്റക്റ്റീവ് തിരിച്ചുപോയി. വർഷങ്ങൾക്ക് ശേഷം 1999 സേതു ഈ നോവൽ അപ്പാടെ മാറ്റിയെഴുതിയപ്പോൾ ആദ്യത്തെ നോവലിൽ മുഴുവൻ ഡിറ്റക്റ്റീവ് നോവൽ എന്ന് പറയുന്ന പോപ്പുലർ ജനപ്രിയ അധമ സാഹിത്യം എഴുതുന്നവരോടുള്ള പരിഹാസമായിരുന്നു. ഡിറ്റക്റ്റീവ് നോവൽ പൈങ്കിളി എഴുതുന്നവരോട് വലിയ പരിഹാസം മോഡേണിസ്റ്റ് സാഹിത്യകാരന്മാർക്കുണ്ടായിരുന്നു. ഇവന്മാരൊക്കെ അധമന്മാരാണ്, ഞങ്ങളൊക്കെ വലിയ മഹാന്മാരാണ്, ഫിലോസഫർമാരെന്ന് വിചാരിച്ചു. അത് ഒ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചറിയാം. രവി ഖസാക്കിൽ പോകുമ്പോൾ 5 പുസ്തകം കൊണ്ടുപോയത്. ബോധലേറെ ഭഗവത്ഗീത മുട്ടത്തോർക്കി
പ്രിൻസ് തിരുവങ്കുളം. പ്രിൻസ് തിരുവങ്കുളം ആരാ? എറണാകുളത്തുള്ള സ്ഥലമാണ് തിരുവങ്കുളം. അയാൾ പൈങ്കിളി നോവൽ എഴുത്തായിരുന്നു. 1950 അയാളുടെ ജോലി. 50 പൈസയ്ക്ക് വിറ്റിരുന്ന മഹാത്മാവിലെ രോമാഞ്ച മോഡൽ പുസ്തകം എഴുതിയ പാവപ്പെട്ടവനായിരുന്നു. പക്ഷേ ഈ നോവലിൽ ഇയാളെ പേര് വന്നുകൊണ്ട് ഇയാൾ അമരനായി അല്ലേ? അപ്പോൾ ഒരു പരിഹാസമുണ്ട്. ബോധലെയർ, ഭഗവത്ഗീത, മുട്ടത്തോർക്കി, പൈങ്കിളിയോടുള്ള പരിഹാസമാണ്. ഹൈ ലിറ്ററേച്ചറും ലോ ലിറ്ററേച്ചറും. പക്ഷേ ഈ മാറ്റി എഴുത്തിലെ ഈ കേസ് തെളിയിക്കാതിരിക്കുക തന്നെയാണ്. സാരാ ശങ്കർ ചാറ്റർജി എന്ന പേര് മാറ്റി റൈറ്റിംഗ് എന്ന് പറഞ്ഞത് കൂടുതൽ വലിയൊരു വിഷയമായി മാറുന്നു. ഈ നോവലിസ്റ്റ് ഈ വാട്സൺ ചെയ്യും പോലെ ഹോംസിൻ്റെ എഴുതൂലേ വാട്സൺ, ഷെർലക് ഹോംസ് കഥ, അതുപോലെ ഈ മാറ്റി എഴുത്ത്, ഇയാളുടെ സാഹിത്യം ഇതൊരു വലിയ ചർച്ചകൾ. സാഹിത്യവും എഴുത്തും റീറൈറ്റിങ്ങും ഒരു ടെക്സ്റ്റിൽ നിന്നുണ്ടാകുന്ന മറ്റു മാറ്റങ്ങളുമൊക്കെ ഈ കൃതിയിലെ വലിയ വിഷയമാണ്. മാത്രമല്ല ഈ കാലഘട്ടത്തിനിടയിൽ മെറ്റഫിക്ഷണൽ ഡിറ്റക്റ്റീവ് നോവൽ അല്ലെങ്കിൽ മെറ്റഫിക്ഷണൽ ക്രൈം ഫിക്ഷൻ എന്ന് പറഞ്ഞത്, അതായത് പരാജയപ്പെടുന്ന ഡിറ്റക്റ്റീവ്, ഒരു സൊല്യൂഷൻ്റെ മെത്തഡ് അന്വേഷണം. ഈ അടുത്ത കാലത്ത് ഒരു മാസം മുമ്പ് മരിച്ചുപോയ പോൾ ഓസ്റ്റർ എന്ന് പറഞ്ഞ അമേരിക്കൻ നോവലിസ്റ്റിൻ്റെ ന്യൂയോർക്ക് ട്രിലജി എന്ന് പറഞ്ഞ 3 നോവലുകൾ മുഴുവൻ ഇതാണ് മെറ്റഫിസിക്കൽ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. അതൊക്കെ വളരെ സീരിയസ് ആയ ഒരു ലിറ്റററി ഫോമാണിത്. എൻ്റെ ഏറ്റവും നല്ല ക്ലാസിക് എക്സാമ്പിളാണ് ദ നെയിം ഓഫ് ദ റോസ് എന്ന് പറഞ്ഞ ഉംബർട്ടോ എക്കോയുടെ നോവൽ. ഡിറ്റക്റ്റീവ് പരാജയപ്പെടുന്നു. അയാൾ ക്ലൂസ് നോക്കി ജയിക്കുന്നതല്ലേ പൊതുവെ ഡിറ്റക്റ്റീവ് നോവലിൽ. എല്ലാ ക്ലൂസും വഴിതെറ്റിക്കുന്നതായിരുന്നു. ഇത് ഭാഷയുടെ സ്വഭാവം ഇതാണ്. നിങ്ങളെ ക്ലൂസ് വഴിതെറ്റിക്കും അല്ലേ? ഇന്ന ചിഹ്ന ഇന്ന അർത്ഥത്തിൽ എത്തും എന്ന് പറഞ്ഞാൽ എത്തൂല എന്നല്ലേ സ്ട്രക്ചറലിസ്റ്റുകൾ പറയുന്നത്. വേറെ എവിടെയെങ്കിലും എത്തും. ആന എവിടെ എത്തും? ഗജത്തിലും, ഗജം എവിടെയും വാരണത്തിലും എത്തിച്ചേരും. അങ്ങനെ സാഹിത്യ സിദ്ധാന്തത്തിൻ്റെ ഈ കടുത്ത സ്വാധീനത സേതുവിൻ്റെ മാറ്റി എഴുത്തിൽ ഉണ്ട്. സേതു സാർ അത് സമ്മതിക്കുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഫൂക്കോയൊന്നും വായിച്ചിട്ടില്ല എന്ന് സേതു സാർ പറയും. വിജയൻ്റെ ലേഖനം എഴുതിയിട്ടുണ്ട്, ഇനി ഫൂക്കോയെ വായിക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന്. അപ്പോൾ സാഹിത്യ സിദ്ധാന്ത നോവലാണ്. ഒരുപാട് നോവലുകൾ ഈ സമീപകാലത്ത് ലിറ്റററി തിയറി തന്നെ പ്രമേയമായിട്ട് ലോകത്തുണ്ടായിട്ടുണ്ട്. ലിറ്റററി തിയറിയെക്കുറിച്ച് ഇത്രയൊക്കെ ഈ സമയത്തിനിടയിൽ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇതെല്ലാം ക്ഷമാപൂർവ്വം അക്രമമൊന്നും ഉണ്ടാക്കാതെ ഇരുന്ന പൊതുവെ ഡീകൺസ്ട്രക്ട് ചെയ്യേണ്ടതാണല്ലോ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.